ആദരണീയനും ബഹുമാനീയനുമായ നമ്മുടെ ഇമാം അഭിമന്യ സുഹൃത്ത് അബ്ദുൽ ലത്തീഫ് ദാരിമി ഉസ്താദ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിത സുഹൃത്തുക്കൾ, ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അനുഗ്രഹീതമായ ഈ സദസ്സിനെ സന്തോഷത്തോടെ ശ്ലാഘനീയമായി കാതോർക്കുന്ന സഹോദര സമുദായത്തിന്റെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ സ്നേഹ അഭിവാദ്യങ്ങൾ നേരുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥ എന്നത് നമ്മുടെ മുന്നിൽ ഒരു പ്രതിസന്ധിയാവാതെ അനുഗ്രഹീതമായ ഈ സദസ്സിന്റെ ഈ ഒരുക്കങ്ങളിലും മറ്റുമൊക്കെ സഹകരിച്ചു ഈ തയ്യാറെടുപ്പുകളിൽ പരിപൂർണമായും പിന്തുണച്ചും ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും സർവശക്തൻ വമ്പിച്ച പ്രതിഫലം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ലോകത്ത് മനുഷ്യ ജീവിതം കുത്തഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാംസ്കാരിക ചിന്തയുടെ പൈതൃക സ്വഭാവം മനുഷ്യരിൽ ദിനേന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന വിധം മനുഷ്യൻ അധപ്പതിച്ചുകൊണ്ടിരിക്കാം. മതഭേദമന്യേ ഇത് എല്ലാവരിലെയും ഒരു ദുഃഖ സങ്കടമാണ്. പുരോഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ കഴിയും. ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ ജീവനുണ്ടോ, ജീവന്റെ തുടിപ്പുണ്ടോ എന്നൊക്കെ അന്വേഷിക്കും വിധം മനുഷ്യൻ പുരോഗമിച്ചിട്ടുണ്ട്. ധാർമ്മിക ബോധമില്ല, മനസ്സാക്ഷിയില്ല എന്നത് അതിന്റെ സമാന്തരമായി നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ഉന്നതമായ ചിന്തകളിലും നാം ഏറെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ മനസ്സുകൊണ്ട് അറിയേണ്ട പല യാഥാർത്ഥ്യങ്ങളെയും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്ന രീതിയിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കാം. കുടുംബത്തിന്റെ അകത്ത് പോലും ആത്മാർത്ഥതയുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട പോലെ, ജീവിത വ്യവഹാരങ്ങളിലെ സത്യസന്ധത നഷ്ടപ്പെട്ട പോലെ കാനന സമാന ജീവികളായിക്കൊണ്ടിരിക്കാം മനുഷ്യൻ. ഒരർത്ഥത്തിൽ അതിന് പരിഷ്കാരം എന്ന് പറയായിരിക്കും, ഒരർത്ഥത്തിൽ പുതിയ തലമുറ അതിനാണ് സംസ്കാരം എന്ന് പറയാം. എന്നാലും ഇതിന്റെ ഒക്കെ അപ്പുറം യാഥാർത്ഥ്യങ്ങളുടെ ഒരു ഹരിതാപകാലം നമുക്ക് ഇനി എങ്ങനെ തിരിച്ചു വരും എന്ന ഒരു ചിന്ത ഉള്ളോടത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുന്നിൽ ഒരു നിത്യ വിസ്മയമായി നിലകൊള്ളുകയാണ്. ഏത് കാലഘട്ടത്തിലും, ഏത് നാട്ടിലും, ഏത് യുഗത്തിലും അനുകരിക്കാൻ, അനുധാവനം ചെയ്യാൻ, പിന്നാലെ കൂടാൻ മുന്നിൽ ഒരു നേതാവ് വേണമെന്ന് ലോകം ഏത് കാലഘട്ടത്തിൽ ആഗ്രഹിച്ചാലും മനുഷ്യ നന്മയുടെ, ഉന്നതിയുടെ എല്ലാ അളവുകോലുകൾ ആ സകലം എടുത്ത് പരിശോധിച്ച് അങ്ങനെ ഒരു നേതാവിനെ മുന്നിൽ സങ്കല്പിച്ചാൽ അവസാനം പറയും, ഈസ് ദർ എനി മാൻ ഗ്രേറ്റർ ദാൻ ഹി? ഈ മഹാമനുഷ്യനേക്കാളും വലിയ ഒരു നേതാവ് ലോകത്ത് ഉണ്ടോ എന്ന് ചോദിക്കും. ലാമാർട്ടിൻ, ഗ്രീക്ക് തത്വചിന്തകനായ ലാമാർട്ടിന്റെ വാക്കുകൾ കടമെടുത്ത് പറയാം, നോ നോ മാൻ ഈസ് ഗ്രേറ്റർ ദാൻ ഹി. ആ നേതാവിനേക്കാളും മഹാനായ ഒരു നേതാവിനെ അനുകരിക്കപ്പെടാൻ, അനുസരിക്കപ്പെടാൻ മറ്റൊരു നേതൃത്വത്തെ നമുക്ക് കാണാൻ കഴിയില്ല. എക്കാലത്തും ലോകത്തിന്റെ ഏറ്റവും മികച്ച എക്കാലത്തും ലോകത്തിന്റെ ഏറ്റവും മികച്ച നേതൃത്വമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയും മാതൃകയായിരുന്നു. അത് വൈയക്തിക, സാമൂഹിക, കുടുംബ പശ്ചാത്തലങ്ങളിൽ മാത്രമല്ല, ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലെ, അവന്റെ നീറുന്ന പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും, അവൻ മതിമറന്ന് സന്തോഷിക്കുന്ന സന്ദർഭങ്ങളിലും ഒക്കെ അവന്റെ മുന്നിലെ ഒരു സ്കെയിൽ, ഒരു റോൾ മോഡൽ ആണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മോണിറ്ററേഷൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു മാതൃക ഉണ്ട് എന്ന.
ഏത് തലത്തിലും മുത്തുനബിയുടെ ജീവിതം എങ്ങനെയെന്ന് തേടൽ, ഒരു സുന്നത്തിന്റെ പിന്നാലെ പോകൽ. വെറുതെ ഒന്നുമല്ല അള്ളാന്റെ ഹബീബ് പറഞ്ഞത്. ലോകാവസാനത്തോട് ചേർന്ന് നിൽക്കുന്ന കാലഘട്ടത്തിലെ സമൂഹം അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും കുത്തഴിഞ്ഞു പോകുന്ന നേരത്ത് ആ സമയം എന്റെ പിന്നാലെ വന്നാൽ, എന്റെ ഇത്തിബാഇൽ വന്നാൽ, എന്റെ ചര്യയിൽ വന്നാൽ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി, ആ സമയം എന്റെ സമൂഹം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ധാർമ്മികമായി അധപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ സുന്നത്തിനെ ആര് മുറുകെ പിടിക്കുന്നുവോ അവന് കൊടുക്കപ്പെടുന്ന, റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം 100 രക്തസാക്ഷിയുടെ പ്രതിഫലത്തിന് തുല്യമായതെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ സമുദ്ധരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുശ്ശീലങ്ങളും ദുശ്ശാഠ്യങ്ങളും മാറ്റിവെച്ച് അവരെ നന്നാക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ആ മഹാന്മാർ അന്ന് ചോദിച്ചു, ഇന്ന് കിട്ടുമോ നബിയെ ആ പ്രതിഫലം? ഇല്ല, അതിനുള്ള സമയം ഇപ്പോഴല്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അള്ളാഹിനെ കാണാനാണ് നമ്മളെ അമല് ചെയ്യുന്നത്. സ്വർഗത്തിൽ പോവാനാണോ? അല്ല, അമല് സ്വർഗത്തിനുള്ളതല്ല. ലൻ യുദ്ഖില അഹദൻ അമലുഹുൽ ജന്ന, ഒരാളും അവൻ ചെയ്യുന്ന അമല് കൊണ്ട് സ്വർഗത്തിലേക്ക് പോവില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളുടെ മുന്നിൽ ഈ പ്രമേയം പറയുമ്പോ, അമല് കൊണ്ട് സ്വർഗം ഇല്ല എന്ന പ്രമേയം പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ നാവിന് യാതൊരുവിധ സങ്കോചവുമില്ല. അവിടുന്ന് വിശാലമായി തന്നെ പറഞ്ഞു, ലൻ യുദ്ഖില അഹദൻ അമലുഹുൽ ജന്ന, ഒരാളും അവന്റെ അമല് കൊണ്ട് സ്വർഗത്തിലേക്ക് പോവില്ല. അമല് കൊണ്ട് സ്വർഗമല്ല. സ്വഹാബികൾ മടിച്ചു, എന്നാലും ചോദിക്കേണ്ടി വന്നു, വലാ അൻത യാ റസൂലല്ലാഹ്, അങ്ങും അങ്ങനെയാണോ? അമല് കൊണ്ട് സ്വർഗം പ്രാപിക്കില്ല എന്നാണ് പറയുന്നത്. അതിന്റെ മറുപടി പറയാൻ, പ്രതികരിക്കാൻ നേരം ഒട്ടും വൈകാതെ പറഞ്ഞു, വലാ അന, ഞാനും അമല് കൊണ്ട് സ്വർഗത്തിലേക്കില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വലാകിൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ, അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ടും ഫദ്ൽ കൊണ്ടും അവന്റെ ഔദാര്യം കൊണ്ടും എന്നെ ആവരണം ചെയ്താലല്ലാതെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് ഞാൻ പോലും അവകാശപ്പെട്ടവനല്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്തിനാ നമ്മളെ അമല് ചെയ്യുന്നത്? അമല് ചെയ്യുന്നതിന്റെ ലക്ഷ്യം അള്ളാനെ കാണാനാണ്. അള്ളാനെ കാണാ എന്നത് അള്ളാഹ്ക്ക് പൊരുത്തമുള്ളവർക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലയഅമൽ അമലൻ സാലിഹൻ, അള്ളാനെ കാണണം എന്നത് സാധ്യമാകുന്നത് സ്വർഗത്തിലാണ്. അതിന്റെ പേരിൽ സ്വർഗം കിട്ടലാണ്. അള്ളാനെ കാണാൻ വേണ്ടിയാണ് നമ്മളൊക്കെ അമല് ചെയ്യുന്നത്. അള്ളാഹു തരട്ടെ. ആ കാഴ്ച ഈ ഭൂമിയിൽ നമുക്ക് സാധ്യമല്ല. സൃഷ്ടികളിൽ ഒരാൾക്ക് മാത്രമേ അത് സാധ്യൂ. ആ സാധ്യമായ സൃഷ്ടിയെ പറയുന്ന പേര് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിക്ക് പോലും കിട്ടാത്ത അവിടെ നിന്നാൽ പ്രതീക്ഷിച്ചിരുന്നു. അള്ളാഹുവോട് ചോദിച്ചു, അള്ളാഹുവേ ഒന്ന് കാണിച്ചു തരുമോ? റബ്ബി അരിനി അൻദുർ ഇലൈക്, കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ മറുപടി ലൻ തറാനി, ഒരിക്കലും കാണാൻ പറ്റൂല എന്ന മൂസാ നബിയോട് പോലും. എന്നാൽ അത് കാണേണ്ട ഒരാളുണ്ട്. ആ ആള് ഞാനാകുമോ എന്ന ഒരു ചിന്തയും ആ ഒരു വിചാരവും ആ ഒരു കണക്കുകൂട്ടലും ആ മൂസാ നബിയെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിച്ചത് അതൊരു സാധ്യതയുള്ള പോസിബിളായ കാര്യമായതുകൊണ്ടാണ് മഹാനായ മൂസാ നബി ചോദിച്ചതെന്ന് ശറഹ് മുസ്ലിമിൽ ഇമാം നബവി വിവരിക്കുന്നതായി കാണാം. അഷ്റഫുൽ ഖൽഖിനെ കാണാൻ ആ അവസരം കിട്ടിയത് ബാക്കിയുള്ളവർക്കൊക്കെ കാണാൻ, സ്വർഗത്തിന്റെ അനുഗ്രഹീത അകത്തളങ്ങളിൽ കാണാൻ അവസരമുള്ള അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലയഅമൽ അമലൻ സാലിഹൻ, അല്ലാഹനെ കാണാൻ അമലു സാലിഹാത്ത് വേണം. എന്നാൽ അല്ലാഹനെ കാണൽ സാധ്യം. അമലു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ നബിയെ അനുകരിക്കലാണെന്ന് ഖുർആൻ, മുത്തുനബിയുടെ പിന്നാലെ പോകലാണെന്ന് ഖുർആൻ. ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് കാലിൽ ആദ്യം ധരിക്കണം? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ അനുകരിക്കാനുണ്ട്. ഒരു മുസ്ലിമിനോട് ഇടപഴകുമ്പോൾ, ഒരു മുസ്ലിം അല്ലാത്തവനോട് ഇടപഴകുമ്പോൾ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും അണച്ചു പിടിക്കലുകൾ നബിദിന ഘോഷയാത്രയിലെ സഹോദര സമുദായത്തിലെ സഹോദരിയുടെ ചുടുചുംബനം കൊണ്ട് വീർപ്പുമുട്ടിയ മുസ്ലിം തറവാട്ടിലെ ഒരു പൊന്നുമോന്റെ നെറ്റിത്തടം മാതൃകയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിൽ സന്തോഷിച്ചതിൽ മുസ്ലിം മാത്രമല്ല, അമുസ്ലിം മാത്രമല്ല, സർവ്വ സൃഷ്ടി ചരാചരങ്ങളും നേരായ ബോധം അല്ലാഹു കൊടുത്തിട്ടുള്ള മനുഷ്യരും അതിൽ സന്തോഷിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലായിടത്തും നമുക്ക് മാതൃകയാണ്. നമ്മൾ ചെരുപ്പ് ധരിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, സംസാരിക്കുമ്പോൾ, മൗനത്തിൽ, ഉറക്കത്തിൽ, ഉണർച്ചയിൽ, ഊണിൽ
സർവ്വസ്ഥലത്തും മുഹമ്മദ് നബിയുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മനോഹരമായ മാതൃകയുണ്ട്, മഹിതമായ ഒരു മാതൃകയുണ്ട്. ആ മാതൃക നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് ആർക്കാ ആ മാതൃക അനുകരിക്കാനും അതിൽ ചേരാനും കഴിയാം? ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്. അപ്പൊ അമലുസ് സാലിഹാത്ത് കൊണ്ട് അല്ലാഹനെ കാണാൻ കഴിയാ എന്ന് പറഞ്ഞുകൊടുത്ത് അമലുസ് സാലിഹാത്ത് സാധ്യമാകുന്നത് മുത്ത് നബിയിലൂടെയുള്ള മഹബത്തിലും അവിടത്തോടുള്ളതായ സ്നേഹപ്രകടനത്തിലും അവിടുത്തെ അനുധാവനം ചെയ്യുന്നിടത്തുമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മതം എന്ന് പറഞ്ഞാൽ ഇബാദത്ത് മാത്രമാണെന്ന് ധരിച്ചുകൊടുത്താണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലോചിതമായി ഇടപെടുന്നത്. ചിലർ ധരിച്ചത് ദീൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദിക്റും സ്വലാത്തും ആണെന്നാ. അങ്ങനെയാ വിചാരിച്ചത്, നമ്മളും അങ്ങനെയാ കരുതിയത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദിക്റും സ്വലാത്ത് മാത്രമല്ല. മതം എന്നത് കഠിനമായ ആരാധനയുടെ നാൽക്കെട്ടുകൾ അല്ല, മറിച്ച് ആസ്വാദനമാണെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉദാഹരണം പറയാം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, 3 സ്വഹാബികൾ ഹബീബിന്റെ വീട് അന്വേഷിച്ചു വന്നു. അവിടുത്തെ പത്നിമാരുടെ മുന്നിൽ ചെന്നു. എന്നിട്ട് ചോദിക്കാൻ തുടങ്ങി, അള്ളാഹുവിന്റെ ഹബീബ് എങ്ങനെയാണ് ഇബാദത്ത് ചെയ്തത്? അവരിങ്ങനെ ചോദിച്ചു. മഹ്ദിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അതിനുള്ള മറുപടി കൊടുത്തു. ഫലമ്മാ ഉഖ്ബിറു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് അവർക്ക് വിവരം കിട്ടിയപ്പോ കഅന്നഹും അന്വേഷിച്ചു വന്ന ഈ സ്വഹാബികൾ വിചാരിച്ചത് തഖാല്ലുഹ, അള്ളാഹുവിന്റെ ഹബീബ് ചെയ്യുന്നത് അപേക്ഷിച്ച് നമ്മൾ ചെയ്യുന്നത് വളരെ കുറവാണല്ലോ എന്ന് ചിന്തിച്ചു. എന്നിട്ട് അവർ പരസ്പരം പറയാൻ തുടങ്ങി, വഅൈന നഹ്നു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളിൽ നിന്നും നമുക്കുള്ള അകലം എത്രയാ? അവിടുന്ന് ആരാ? അവിടുന്ന് ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. ഒരു മനുഷ്യൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപം വരാൻ അവനൊരു ആയുസ്സുണ്ട് എങ്കിൽ അതിൽ ചെയ്യേണ്ട പാപം, ഇത് പൊറുത്താൽ കിട്ടുന്ന പദവി എന്തോ ആ പദവിയിലിരിക്കുന്ന പാപം ചെയ്യാത്ത നബിയോളം എങ്ങനെ നമുക്ക് തുലനം ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ആപേക്ഷികതയിൽ നിന്നുകൊണ്ട് അമലിനെ പരീക്ഷിക്കാൻ നിൽക്കണ്ട. ഞാൻ ഒരു തീരുമാനമെടുക്കാം. ഒരു സഹാബി പറഞ്ഞു, ഒന്നാമത്തെ ആള് പറഞ്ഞു, 3 പേരിൽ ആദ്യത്തെ ആള് പറഞ്ഞു, അമ്മാ അന ഫഇന്നി ഉസല്ലി അബദാ, ഞാൻ രാവ് മുഴുവൻ ഇനി മരണം വരെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും, നിസ്കരിച്ച് മരിക്കും ഞാൻ. എന്റെ തീരുമാനം അതാ. അപ്പൊ മറ്റൊരു സഹാബിയുടെ കാഴ്ചപ്പാട്, രണ്ടാമത്തെ ആള് പറഞ്ഞു, ഞാൻ നോമ്പ് പിടിക്കും, എന്നിട്ട് നോമ്പ് തുറക്കാതെ ആ പട്ടിണിയിൽ തന്നെ പിറ്റേ നോമ്പ് പിടിക്കും. അങ്ങനെ ഒരു 3-4 ദിവസമൊക്കെ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ നോമ്പോട് കൂടെ മരിക്കാം, അങ്ങനെ ഞാൻ തീരുമാനിക്കുന്നു എന്ന് രണ്ടാമത്തെ സഹാബി പ്രതിജ്ഞ എടുത്തു. മൂന്നാമത്തെ ആള് പറഞ്ഞു, കിടപ്പറയിൽ ഭാര്യയുമായി ഞാൻ അകന്നു ജീവിക്കും, എനിക്ക് അങ്ങനത്തെ ഒരു ജീവിതം വേണ്ട, അനുരാഗലഹരി എനിക്ക് വേണ്ട, പ്രിയപ്പെട്ടവളെ ഞാൻ അകറ്റി നിർത്തും, അങ്ങനത്തെ ഒരു സന്തോഷം എനിക്ക് വേണ്ട, കുടുംബമില്ല, അങ്ങനെ ജീവിക്കും ഞാൻ. ഇങ്ങനെ മൂവരും പറഞ്ഞ അവരുടെ പ്രതിജ്ഞാവാക്കുകൾ പരിസരത്ത് നിറഞ്ഞു നിൽക്കുക. അവർ ആവേശം കൊണ്ട് പറയാം. അവർ മനസ്സിലാക്കിയ മതം അതായിരുന്നു കഠിനമായ ആരാധന. ആ 4 കെട്ടുകളെ തച്ചു തകർത്തുകൊണ്ട് കടന്നു വന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞവരോട് പറഞ്ഞു, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ ഓരോരുത്തരും ഇന്ന കാര്യങ്ങൾ പറഞ്ഞല്ലേ, ഞാൻ കേട്ടുകൊണ്ടാ സ്വഹാബത്തെ വരുന്നത്. അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹ്, നിങ്ങൾക്കറിയുമോ, നിങ്ങളെക്കാളും അല്ലാഹുവിനെ ഏറ്റവും ഭയക്കുന്നവൻ ഞാനാ. വഅത്ഖാകും ലഹു, നിങ്ങളെക്കാളും അല്ലാഹുവോട് ഏറ്റവും തഖ്വയുള്ളത് എനിക്കാ. എന്റെ അവസ്ഥ ഞാൻ പറയട്ടെ, നിങ്ങളെക്കാളും തഖ്വയുള്ള, നിങ്ങളെക്കാളും അല്ലാഹുവിനെ ഭയക്കുന്ന എന്റെ അവസ്ഥ ഞാൻ പറയട്ടെ. ലകിന്നി അസൂ
ഞാൻ നോമ്പെടുക്കാറുണ്ട് സഹാബ, ഞാൻ നോമ്പ് തുറക്കാറുമുണ്ട് സഹാബ. ഞാൻ രാത്രിയിൽ നിസ്കരിക്കാറുണ്ട് സഹാബ, എന്നാൽ രാത്രിയിൽ ഞാൻ കിടന്നു ഉറങ്ങാറുണ്ട് സഹാബ. ഭാര്യമാരോടുകൂടെ കുശലം പറഞ്ഞ് അവരുടെ കൂടെ തമാശ പറയുന്നത് ഇബാദത്താണെന്ന പരിഗണനയിൽ തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ കൂടെ ഞാൻ കൂടാറുണ്ട് സഹാബ, എന്നാൽ ഞാൻ ഇബാദത്തിൽ കുറവ് വരുത്താറില്ല സഹാബ. പഠിച്ചു വെച്ചോ, അമിത ആരാധനയോടുകൂടെ മതത്തെ മതത്തെ വികുലമായി ചിത്രീകരിക്കാൻ ആര് മുന്നോട്ട് വന്നാലും അവൻ എന്റെ ചര്യയിൽ നിന്ന് പിന്നോട്ട് പോയവനാ, അവൻ നമ്മിൽപ്പെട്ടവനല്ല. സയ്യിദുനാ റസൂലുള്ളാഹി അർത്ഥമില്ലാത്ത സങ്കല്പങ്ങൾക്ക് മറുപടി പറഞ്ഞു. ചിലര് ധരിച്ചു വെച്ചിരുന്നത് ഒരു നബി എന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ പോവാൻ പാടില്ലാത്ത ആള് എന്നാ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഈ അടുത്തൊരാൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് ഈ മീൻ മേടിക്കാൻ ഇവിടെ വന്നേക്കണേന്ന്. എവിടെ? ഞാൻ അഴീക്കോട് മീൻ മേടിക്കാൻ ചെന്നപ്പോ ഉസ്താദ് തൊട്ടപ്പോ ഇവിടെ മീൻ മേടിക്കാൻ എന്ത് ചെയ്യാ? മീൻ കിട്ടാൻ സ്വർണ്ണക്കടയിൽ പോയി കിട്ടില്ലല്ലോ, അതാ മീൻ വിൽക്കണോട് തന്നെ. പലപ്പോഴും കണ്ടിട്ടുണ്ട് വലിയ വലിയ ചെറുശ്ശേരി ഉസ്താദൊക്കെ ഒരു മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങുന്നതിന്റെ ഫോട്ടോ വലിയ അത്ഭുതമായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കണ്ടായിരുന്നു വാട്സാപ്പിൽ. നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ യാഥാർത്ഥ്യം അതായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പരാതി മക്കയിൽ വ്യാപകമായി ഉണ്ട്. വേറെ ഒന്നുമല്ല, അങ്ങാടിയിൽ വരുന്നു, ഒരു നബി ആണെങ്കിൽ അങ്ങാടിയിൽ വരൂലെന്ന. അങ്ങനെയാണ് അർത്ഥമില്ലാത്ത ചില സങ്കല്പങ്ങൾ ചിലർ വെച്ചു പുലർത്തിയിരുന്നത്. ഖുർആൻ കൃത്യമായി മറുപടി പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. അവർ പറയാണോ, മാലിഹാദ റസൂൽ, ഈ റസൂലിന് എന്ത് പറ്റി? സാധാരണക്കാരൻ കഴിക്കുന്ന ഭക്ഷണമാണല്ലോ ഈ നബി കഴിക്കുന്നത്. മാത്രവുമല്ല, സാധാരണക്കാരൻ ഇടപഴകുന്ന അങ്ങാടിയിലും ഈ നബിയെ കാണുന്നുവല്ലോ. സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സാധാരണ ജീവിതമായിരുന്നു ലോകത്തിന്റെ ചക്രവർത്തിയുടേതെന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് കൃത്യമായ പാരമ്പര്യമുള്ള നബുവത്തിന്റെ ഏറ്റവും വലിയ തത്വമാണ്. വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീൻ ഇല്ലാ ഇന്നഹും ലയഅകൂലൂന അത്ത്വാം വയംശൂന في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا. ലോകത്ത് വന്നു പോയ 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാർ വിനയം കൊണ്ട് അവർ ഈ സ്വഭാവക്കാരായിരുന്നു. സാധാരണക്കാരന്റെ കൂടെ സാധാരണ തട്ടിലായിരുന്നുവെന്ന് ഖുർആൻ. സമ്പർക്കങ്ങളാ ഇവിടെ ഉള്ളത്, ജനങ്ങളുമായുള്ള ഇടപഴക്കമായി ഇവിടെ ഉള്ളത്. വലിയ ഖാദിയാണെന്ന് പറഞ്ഞ് കയറിയിരിക്കല്ല ചെയ്തത്, സാമൂഹികമായി ഇടപഴകേണ്ടോടത്ത് എല്ലാം ഇടപഴകാൻ, നുബുവത്തിന്റെ പ്രകാശം സർവ്വലോകരിലും സാധാരണക്കാരന്റെ സാധാരണ ഇടങ്ങളിലും എത്തിക്കാൻ. കേൾക്കണോ, മഹാനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബ് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊടുത്തു ഒരു ഉപദേശം. സഹോദര, എല്ലാവരോടും ഉള്ളു തുറന്നുള്ള സ്നേഹ പ്രകടനമാ മുത്തായ നബി പഠിപ്പിച്ചിട്ടുള്ളത്. സ്വഹാബിയോട് പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് ചേർത്ത് പിടിച്ച സ്നേഹത്തിന്റെ വർത്തമാനം. യാ ബുനയ്യ, ഓ പൊന്നുമോനെ, പൊന്നുമോനെ. അങ്ങനെ വിളിക്കണമെങ്കിൽ എത്ര വലിയ സ്നേഹപ്രകടനമാ. ഇൻ ഖദറത അൻ തുസ്ബിഹ വ തുംസിയ ഫീ ലൈസ ഫീ ഖൽബിക ഗശ്ശൻ ലിഅഹദ്. ഒരാളോടും നിനക്ക് മനസ്സിൽ വിദ്വേഷം
വിദ്വേഷമില്ലാതെ, പകയില്ലാതെ, പോരില്ലാതെ നിന്റെ ഉള്ളു തുറന്ന് സ്നേഹപ്രകടനത്തിന് പ്രഭാത പ്രദോഷഭേദമന്യേ നിനക്ക് സാധ്യമെങ്കിൽ പൊന്നുമോനെ ഫഫഅൽ, അങ്ങനെ ചെയ്തോ. സുന്നത്തി, അതാണ് എന്റെ സ്വഭാവമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരോടും ഉള്ളു തുറന്നൊരു സ്നേഹം. ആരോട് എന്തോ ഒന്നോ രണ്ടോ പറഞ്ഞോ, അതവിടെ തീരണേ. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് വരല്ലേ. പറഞ്ഞത് പറഞ്ഞോടത്ത് തീരണേ. അതാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം. ഈ പുണ്യ റബീഉ വരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, തീരാത്ത വഴക്ക് പിണക്കങ്ങൾ തീർക്കേണ്ടത് അവിടെയല്ലേ. റബീഉ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുന്നത്, മുഖത്തിന്റെ കറുപ്പ് കൽബിന്റെ കറുപ്പാവല്ലേ. നിന്റെ മുഖത്ത് പ്രകാശം വരട്ടെ. ആ പ്രകാശം സ്നേഹത്തിന്റെ പ്രകാശമാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശം അങ്ങനെയായിരുന്നു. അത് സ്നേഹത്തിന്റെ പ്രകാശമാണ്. ആരോടും പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, തെറി പറയുന്നവന്റെ നേരെ പോലും സ്നേഹത്തിന്റെ പുഞ്ചിരി കൊടുത്തിരുന്നു. സ്ഥിരമായി നടന്നു വരുന്ന വഴിയിൽ അഴുക്കുകൾ വലിച്ചെറിഞ്ഞിരുന്ന ജൂതബാലനെ കാണാതെ വന്നപ്പോ അവനെ തേടിപ്പോയി അവന്റെ കുടുംബത്തേക്ക്. ആ പൊന്നുമോന് രോഗമാണെന്നറിഞ്ഞപ്പോൾ നെറ്റിത്തടത്തിൽ മിനുസമുള്ള മൃദുലമായ കയ്യുകൊണ്ട് ഹബീബായ നബി തങ്ങൾ തലോടി. ആ സഹോദരൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നിസ്സഹായകതയുടെ ഒരു നോട്ടമുണ്ട്, അലിവിന്റെ ഒരു നോട്ടമുണ്ട്, കുറ്റബോധത്തിന്റെ ഒരു നോട്ടമുണ്ട്. മൗനാവൃതമായ മുഖത്ത് നിന്നും ആ ഇമ വെട്ടുന്ന കൺതടം അല്ലാഹുവിന്റെ ഹബീബിനോട് 1000 വട്ടം മാപ്പ് പറയുന്നുണ്ട്. പുന്നാര നബി തങ്ങൾ ആ പൊന്നുമോനെ സമാശ്വസിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട പിതാവ് ചേർന്ന് നിന്നുകൊണ്ട് കരയുകയാണ്. മരിക്കുമെന്ന് ഉറപ്പായ പൊന്നുമോനോട് പറയുകയാണ്, മുഹമ്മദ് നബിക്ക് നീ വഴിപ്പെട്ടോ മോനെ. ഉള്ളിന്റെ ഉള്ളിൽ ആരോടും വിദ്വേഷമില്ലാത്ത സ്വഭാവം, സമ്പർക്ക മര്യാദ. ഉള്ളിലൊന്ന് വെക്ക, എന്നിട്ട് വേറൊന്ന് പെരുമാറാം. അങ്ങനെ ഒരു പെരുമാറ്റം നമുക്കുണ്ട്. പറ്റൂല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മഹിതമായ ഒരു മാതൃകയാണ്. ആ ഉള്ളില് ഉള്ളതൊക്കെ അങ്ങോട്ട് കളയാ, എന്നിട്ട് സ്നേഹം പ്രകടിപ്പിക്കാം. അതെന്റെ സുന്നത്താ. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. അത് എന്റെ ജീവിതത്തിന്റെ പ്രതിജ്ഞയാവണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നെ അവനാണ് സ്നേഹിച്ചത്. അങ്ങനെയുള്ളവനാണ് എന്നെ ഇഷ്ടപ്പെട്ടവൻ, അവൻ എന്റെ കൂടെ സ്വർഗത്തിൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തന്ന എത്ര അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. എന്നിട്ട് തൃപ്തിയുണ്ടോ? ഒരു തൃപ്തിയില്ല. ഒന്നിനോടും ഒരു തൃപ്തിയില്ല. നമുക്ക് കിട്ടിയ സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോ നമുക്കതിൽ തൃപ്തിയില്ല. നമ്മൾ മുകളിലേക്ക് ആലോചിക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. അവിടുന്ന് ഒരു ദുആ തന്നെ, പടച്ചോനെ നീ എനിക്ക് തന്നത് ഞാൻ പലതും കണ്ടുകൊണ്ടിരിക്കാം. എന്റെ കുടുംബം, എന്റെ വീട്, എന്റെ വാഹനം, എനിക്ക് നീ തന്ന സൗകര്യങ്ങളെ ഞാൻ ചിന്തിച്ചാൽ എനിക്ക് അതിൽ സന്തോഷം വേണം. ഇതൊരു ദുആ തന്നെയായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സംഘതങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പറയുമായിരുന്നു, 2 കാര്യം ഒരാൾക്കുണ്ടെങ്കിൽ രാജാവിനെ പോലെ ഭൂമിയിൽ കഴിയാന്നാണ്. അത് ഇമാം ഗസാലി പഠിപ്പിച്ചതാണ്. 2 കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഭൂമിയിൽ രാജാവിനെ പോലെ കഴിയാം. ഒന്നാമത്തേത്, ഹറാമിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹറാമാണെന്ന തിരിച്ചറിവോടുകൂടെ ഹറാമിനെ ഒഴിവാക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തേത്, അല്ലാഹ് തന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിയോടുകൂടെ കഴിയാൻ. ഇതെങ്കിൽ ഇത് അൽഹംദുലില്ലാ, അങ്ങനത്തെ ഒരു മനസ്സ് നമ്മെ നന്നാക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടാണ്. എപ്പോഴും ദുആ ചെയ്തിരുന്നു. സന്തോഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ദുആയായിരുന്നു. ഇമാം തുർമുദി ഇവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ പിന്നാലെ കൂടിയ സ്വഹാബിയല്ലേ. മഹാനവറുകൾ പറയാ, ഖല്ലമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമു മിൻ മജ്ലിസിൻ ഹത്താ യദ്ഉ അല്ലാഹുവിന്റെ ഹബീബ് ഒരു സദസ്സിൽ
നിന്നും പിരിഞ്ഞു പോകുന്നതിന് മുന്നേ ഈ ദുആ ചൊല്ലാതെ എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല, വളരെ വിരളമാണ്. ഒരു ദുആ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ വല്ലാതെ ഇടപെട്ട ദുആയാണ്. ആ ദുആ കേട്ടോളൂ. അല്ലാഹുമ്മ ഖുസ്ം ലനാ മിൻ ഖശിയതിക മാ യഹൂദു ബിഹി ബൈനനാ വബൈന മആസിക വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക വമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മുസീബാത്തിദ് ദുനിയാ വമത്തിഅനാ ബിഅസ്മാഇനാ വഅബ്സാരിനാ وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. ഈ ദുആയിലെല്ലാം ഉണ്ട് മുഅ്മിനേ. ഈ ഭൂമിയിൽ വന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ സന്തോഷവും ഈ ദുആയിലുണ്ട്. പുന്നാര നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ ഭൂമിയിൽ ജീവിക്കാൻ നീ എനിക്ക് ഓഹരി ചെയ്തു തന്നതുണ്ടല്ലോ റബ്ബേ, നിന്നെ വഴിപ്പെട്ട് കഴിയാൻ, നിന്നെ ഭയന്ന് കഴിയാൻ, നിനക്ക് എതിര് ചെയ്യേണ്ട കാര്യങ്ങൾ എന്റെ മുന്നിൽ വരുമ്പോൾ അത് തിരസ്കരിച്ചുകൊണ്ട് മാറിപ്പോവാൻ ആ രീതിയിലേക്കുള്ളൊരു പ്രാപ്തിയാക്കി അത് തരണേ അല്ലാ. എന്റെ പരിശ്രമങ്ങളെ മുഴുവനും നീ സ്വർഗത്തിനുള്ളതാക്കി തരണേ അല്ലാ. അങ്ങനെ ദുആ ചെയ്ത അവസാനം അവിടുന്ന് അല്ലാഹുവേ എന്റെ കാതുകൊണ്ട് ഞാൻ കേൾക്കുന്നത് മുഴുവൻ എനിക്ക് സന്തോഷമുള്ളതാവണം അല്ലാ. എങ്ങനെയാ കാതുകൊണ്ട് കേൾക്കുന്നത് സന്തോഷമാവാ? കാതുകൊണ്ട് കേൾക്കുന്നത് നമ്മെ വേദനിപ്പിക്കുന്ന കാര്യമാണ് എങ്കിൽ ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു പെട്ടിയുണ്ട് സഹോദരാ. പെട്ടിയുടെ പേര് ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനം ഒരാൾ പറഞ്ഞു നമ്മളത് കേട്ടു, തിരിച്ചു പറഞ്ഞാൽ നമ്മുടെ അമല് പോകുമെന്ന ഒരു ഘട്ടമുണ്ട് എങ്കിൽ പ്രതികരിക്കുന്നോടത്ത് മാന്യത പ്രകടിപ്പിക്കേണ്ടോടത്ത് നമ്മൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി അതങ്ങ് ഉപേക്ഷിക്കുകയാ, കേട്ടതങ്ങ് കളയാ. അതിനു വേണ്ടി നമ്മൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന ഒരു സമ്പാദ്യമാ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സഹിക്കാൻ തയ്യാറാ. ഫീ സബീലില്ലാഹ് എന്ന ചിന്തയുണ്ടല്ലോ, ആ ഒരു ചിന്ത നമുക്കുണ്ട് എങ്കിൽ ഞാൻ കേട്ടത് എന്നെ വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിലും അല്ലാഹുവേ അതിലും എനിക്കൊരു സന്തോഷം തരണേ അല്ലാ. അല്ലാഹുവേ അതിലും നീ എനിക്കൊരു സന്തോഷം തരണേ അല്ലാ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളക്കാരൻ രാജാവാണെന്ന് കരുതാതെ അറിയാതെ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ, മഹാനായ ആ സുഫിയായ മനുഷ്യനെ രൂപവും കോലവും കണ്ടിട്ട് തന്റെ പ്രിയപ്പെട്ട രാജാവാണെന്ന് തിരിച്ചറിയാതെ പട്ടാളക്കാരൻ കയ്യിലുള്ള ചാട്ടവാറ് കൊണ്ട് ഒരൊറ്റ അടി കൊടുക്കുമ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിത്തടത്തിൽ നിന്നും രക്തം വാർന്നൊലിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ച പട്ടാളക്കാരനെ മറ്റുള്ള പട്ടാളക്കാര് വട്ടമിട്ടുകൊണ്ട് ഉപദേശിച്ചിട്ടത് ആരാണെന്ന് അറിയുമോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ നെറ്റിത്തടത്തിലേക്ക് ചാട്ടവാറ് കൊണ്ട് ആഞ്ഞടിച്ചു മുറിവുണ്ടാക്കിയ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ ആളറിയാതെ ചെയ്തതിനെ മനസ്സിലാക്കി അല്ലാഹുവോട് ദുആ ചെയ്യാ, പടച്ച റബ്ബേ ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. കൂടെയുള്ളവർ ചോദിച്ചു, എങ്ങനെ കഴിയുന്നു ഇങ്ങനെ ദുആ ചെയ്യാൻ? അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രണയം കൊണ്ടാ ഇങ്ങനെ കഴിയാ. ഹബീബായ നബി തങ്ങൾ മനസ്സിന്റെ അകത്തേക്ക് വരുമ്പോഴാ ഇങ്ങനെ കഴിയാ. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയാണ്, മുള്ളു തറച്ചതിന്റെ പേരിൽ കാലിനേറ്റ വേദനക്ക് അല്ലാഹു കൂലി തരുമെന്ന് പഠിപ്പിച്ചതാണല്ലോ മുത്തുനബി. എന്നാൽ എന്റെ നെറ്റിത്തടം മുറിഞ്ഞപ്പോൾ അതിലൂടെ വാർന്നൊലിച്ച രക്തത്തിന്റെ തുള്ളികളുടെ കണക്കനുസരിച്ച് അല്ലാഹു എനിക്ക് കൂലി തരുമെങ്കിൽ അതിന് കാരണക്കാരനായ സഹോദരന് സ്വർഗം കൊടുക്കാൻ ഞാൻ എന്തുകൊണ്ട് ദുആ ചെയ്തുകൂടാ? അങ്ങനെ ഒരു മനസ്സ് കേൾക്കണോടത്ത് നമുക്കല്ല സന്തോഷം. നമ്മുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ആ വെള്ളപ്പൊക്കം വന്നപ്പോ വാർക്കപ്പുറത്ത് കയറി നിൽക്കാം, എന്നിട്ട് വിളിച്ചു പറയാ, എടിയേ അവരുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടോ. നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ കയറിക്കൊണ്ടിരിക്കുക. വാർക്കപ്പുറത്തായതുകൊണ്ട് അത് നനവറിഞ്ഞില്ല. നമ്മുടെ സ്വഭാവം അതാ. നമ്മുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, സങ്കുചിതമായി ചിന്തിക്കുന്നോടത്താ നമ്മളുള്ളത്.
വാശിയും വഴക്കും തീർക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്തും. ആ പകയുടെ അതിർവരമ്പുകളൊക്കെ പോയി കുടുംബത്തിന്റെ അകത്ത്, രക്തബന്ധത്തിന്റെ അകത്ത്, എല്ലായിടത്തും ഇവിടെ പക പോക്കാൻ വേണ്ടിയിട്ട് രക്തബന്ധവും കുടുംബബന്ധവും മറന്ന് ആ ഒരു അവസ്ഥയിലേക്ക് ഹൃദയം മലീമസമായോടത്ത് മുഹമ്മദ് നബി അകത്ത് കയറണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്റെ കാതുകൊണ്ട് കേട്ടത് വേദനിപ്പിച്ചതാ, പക്ഷെ അതിലും എനിക്കൊരു സുഖം വേണമല്ല, ഒരു സന്തോഷം കിട്ടണമല്ല. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത് എന്നെ വേദനിപ്പിക്കുന്നതാ, പക്ഷെ അതിലും നീ എനിക്ക് കൂലി തരാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. എന്റെ ജീവിതത്തിന്റെ അറ്റം വരെ ഇത് വേണം. ആ ഒരു ചിന്ത, ഇതിനല്ലേ പക്വത എന്ന് പറയാ, ഇതിനല്ലേ സഹിഷ്ണുത എന്ന് പറയാ. എല്ലാം പഠിപ്പിച്ചു. ശത്രുവിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് പുലമ്പി നീ അസഭ്യം പറഞ്ഞ് അവനെ കീഴ്പ്പെടുത്തലല്ല നിന്റെ ഏറ്റവും വലിയ പോരാട്ടം. സ്നേഹം കൊണ്ടാ. തിന്മ കാണുന്നോടത്ത് തിന്മ പറയാ. ഒരു നായ നമ്മെ കടിച്ചാൽ ആ നായയെ തിരിച്ചു കടിച്ചിട്ടല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. ഈ ഒരു സാമൂഹിക ബോധം. നിന്നെ തെറി പറഞ്ഞതിനോട് നീ നല്ലത് പറഞ്ഞു നോക്ക്. വർഗീയത മാത്രം പറഞ്ഞിരുന്ന ഒരു പ്രമുഖൻ ഉണ്ടായിരുന്നു കേരളത്തിൽ. വെള്ളപ്പൊക്കം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലും വെള്ളം കയറി. ആ പ്രമുഖൻ 3 ദിവസം താമസിച്ചത് മലയാള നാട്ടിലെ ഒരു മദ്രസയുടെ 2ാമത്തെ നിലയിലാണ്. അദ്ദേഹം 3 ദിവസം സ്വർഗീയമായ ജീവിതത്തിലായിരുന്നു എന്ന് പറയുകയും പിന്നീട് ഈ സമുദായത്തിന്റെ വിപൽഘട്ടത്തിൽ പലപ്പോഴും ഈ സമുദായത്തിന് അനുകൂലമായി സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു. നമ്മുടെ പ്രതികരണം നന്മ കൊണ്ടാവണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. സ്നേഹിക്കുന്ന കൂട്ടുകാരനായി നിന്റെ ശത്രുവരും. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു സ്നേഹമുണ്ട്. ഹബീബ് മദീനയിൽ പഠിപ്പിച്ച ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന്റെ കൂട്ട് നമുക്ക് കിട്ടിയാൽ, ഹബീബിനോടുള്ള ഒരു സുഹൃത ബാന്ധവം നമ്മുടെ ഹൃദയത്തിലുണ്ടായാൽ, നമ്മുടെ പരിസരത്തിൽ പ്രകാശമാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പരിസരം പ്രകാശമാണെന്ന് പരിശുദ്ധ ഖുർആൻ സദാചാരബോധം പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ മാന്യമായി ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിച്ചു. ഇല്ലാന്ന് പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത നാവാ നമ്മുടേത്. എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് പറയാ ആ ഒരു അവസ്ഥയുണ്ട് മുഅ്മിനെ. മനസ്സിന്റെ ഒരു തൃപ്തിയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സമ്പന്നത എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു. ഒരു ദിവസം മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ പടവിൽ നിന്നുകൊണ്ട് പ്രോജ്വലമായ പ്രഭാഷണം. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. അല്ലാഹുവിന്റെ ഹബീബ് അന്ന് പ്രസംഗിച്ച കാര്യം എന്താണെന്നറിയുമോ? സ്വദഖ കൊടുക്കുന്നതിന്റെ മഹത്വത്തെ കുറിച്ചാ. നല്ലോണം ജീവിക്കണം, ആളുകളുടെ ഇടയിൽ കൈ നീട്ടി ജീവിക്കാതെ. മാന്യമായ വർത്തമാനം, മാന്യമായ വേഷം, ഒരു അന്തസ്സുണ്ട്, അത് വിട്ട് താഴെ പോവല്ലേ. ഇല്ലാന്ന് 10 ആളുടെ മുന്നിൽ നമ്മൾ പറയുമ്പോ അള്ളാഹു ഇല്ലാന്ന് തന്നെ അങ്ങ് തീരുമാനിക്കാ. പടച്ച റബ്ബ് തന്ന അനുഗ്രഹത്തെ അള്ളാഹു തിരിച്ചു വാങ്ങുകയാണ്. യാചനയെ കുറിച്ചുമാണ് ആ സദസ്സിൽ നിന്ന് പ്രസംഗിച്ചത്. ഇങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാന്റെ ഹബീബ് പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അൽയദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. എപ്പോഴും കൊടുക്കുന്ന കൈയായിരിക്കും മുകളിൽ, വാങ്ങുന്ന കൈയാ താഴെ. ഇല്ലായ്മയിൽ കൊടുക്കുമ്പോഴും കൊടുത്തതിനേക്കാളും ഖൈർ ഈ കൈ ഇനി കൊടുക്കാൻ വേറെ വരാൻ അല്ലാഹു തൗഫീഖ് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയല്ലേ കൊടുക്കലിന്റെ ചരിത്രം. ഇതുപോലെ കൊടുക്കാൻ, അങ്ങനെ ഒരു മനസ്സ്, ലക്ഷക്കണക്കിന് രൂപ സ്വതക്ക ചെയ്യാൻ, കോടിക്കണക്കിന് രൂപ സ്വതക്ക ചെയ്യാൻ. എനിക്കറിയാം ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ കൃത്യമായ കണക്ക് കൂട്ടലിൽ ഒരു മാസം അയാൾ 30 ലക്ഷം രൂപ സ്വതക്ക ചെയ്യുന്നു. അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയാണ്.
അങ്ങനെ ഒരു സഹോദരൻ എനിക്കറിയാം. എത്രയോ വർഷങ്ങളായി അദ്ദേഹം തന്റെ ബിസിനസിന്റെ സിംഹഭാഗം അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കാം. എവിടെ നിന്ന് കിട്ടുന്നു? ഇത് എങ്ങനെ കിട്ടുന്നു? അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഒരു മഹബത്ത് കൊണ്ടല്ലാതെ, റബ്ബെന്ന് വിചാരം മനസ്സിൽ വരാതെ ഈ കൊടുക്കാനുള്ള മനസ്സെങ്ങനെ വരാം? ഹബീബായ നബി തങ്ങൾ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് മാതൃകയാ. മുകളിലെ കയ്യിലായിരിക്കും എപ്പോഴും ഖൈർ വരാ, താഴെ കയ്യിൽ ഖൈറില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് കൊടുക്കാൻ ഇല്ലെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചാൽ മതി. ഇല്ലായ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലാഹുവേ എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര ഞാൻ കൊടുക്കുമായിരുന്നു എന്ന കണക്ക് മനസ്സിൽ വെച്ചുകൊണ്ടങ്ങ് പുഞ്ചിരിച്ചാൽ നീ കണക്ക് വെച്ചത് കൊടുത്തതിന് തുല്യമായ പ്രതിഫലം നിനക്കുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ കണ്ടപ്പോൾ പുന്നാര നബി തങ്ങൾ അബൂദറിനോട് ചോദിച്ചല്ലോ, യാ അബൂദർ അതറാ കഥറത്തുൽ മാലി ഹുവൽ ഗിനാ. സമ്പന്നത എന്ന് പറഞ്ഞാൽ അബൂദറേ നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരുപാട് പണമുണ്ടായാലാണോ? ഒരുപാട് പണമുള്ള ആൾക്കാർ സമ്പന്നൻ എന്ന് പറയുന്നത് അങ്ങനെയാണോ അബൂദറേ നീ മനസ്സിലാക്കിയത്? അബൂദർ റളിയല്ലാഹു പറഞ്ഞു, നബിയേ ഒരുപാട് പണമുള്ള ആൾക്കാർ സമ്പന്നൻ എന്ന് പറയാം. നബി തങ്ങൾ ചോദിച്ചാൽ തീരെ ഇല്ലാത്ത ആളുകളുണ്ട്, അവരെ ദരിദ്രർ എന്നാണോ മനസ്സിലാക്കിയത്? അതെ, അങ്ങനെയല്ല, അങ്ങനെയല്ല അബൂദറേ. സമ്പന്നത എന്ന് പറഞ്ഞ മനസ്സിന്റെ തൃപ്തിയാ. മനസ്സിന്റെ തൃപ്തി ഉള്ളത് കൊണ്ട് ഓണം പോലെ ഓണം അതൊരു സമ്പന്നതയാണ്. അത് ഉള്ളത് കൊണ്ട് ഒരു രാജാവിന് എന്ത് കിട്ടിയിട്ടും തൃപ്തിയല്ല. അവസാനം ആ തൃപ്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് അന്വേഷിച്ചപ്പോ ചിന്തകരായ കൊട്ടാരത്തിലെ പണ്ഡിത പ്രമുഖർ മുഴുവൻ പറഞ്ഞു, ഈ നാട്ടിൽ ഏറ്റവും സുഖമായി കിടന്നുറങ്ങുന്ന ഒരാളുണ്ട്, അയാളുടെ ഉടുപ്പ് വാങ്ങി ഒരു ദിവസം രാജാവ് ധരിച്ചാൽ രാജാവിന്റെ ഈ പ്രശ്നം മാറും. എന്തിനോടും ഒരു തൃപ്തി വന്നില്ല, രാജാവിന് വല്ലാത്ത വസ്വാസാണ്. അങ്ങനെ അന്വേഷിച്ചു, ഏറ്റവും സുഖമായി ഉറങ്ങുന്ന ഒരാളെ അന്വേഷിച്ചു. ആ തെരുവിൽ നേരത്തെ ഉറങ്ങാൻ കിടക്കുന്ന ഒരാളെ കണ്ടെത്തി. അയാൾ ആ നാട്ടിലെ ഏറ്റവും വലിയ യാചകനാണ്. അയാൾ രാജാവിന്റെ കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെട്ടു. അയാളുടെ ഉടുപ്പ് രാജാവ് വാങ്ങി ധരിച്ചാൽ രാജാവിന്റെ പ്രശ്നം മാറുന്ന കീറി തുന്നം പാടിയ മുഷിഞ്ഞ വസ്ത്രം അയാൾ അഴിച്ച് രാജാവിന് കൊടുത്തുന്നു. അതിട്ടിട്ടും അയാൾ തൃപ്തിയോടുകൂടെ കിടന്നുറങ്ങുന്നതിനെ ചിന്തിച്ച രാജാവ് ആ നിമിഷം നന്നായി എന്ന ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അത്രത്തോളം മനുഷ്യന്റെ തൃപ്തി ഒന്നിനോടും അങ്ങ് അടങ്ങുന്നില്ല. മനുഷ്യൻ എത്ര പ്രായമായാലും രണ്ട് കാര്യത്തിൽ അവന്റെ മനസ്സിൽ പ്രായമാവുന്നില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അവന്റെ ദീർഘായുസ്സിനെ കുറിച്ച് 5 മിനിറ്റും കൂടി കിട്ടിയ അത്രയും നല്ലതാണ്. 2 പണത്തിനോടുള്ള ആർത്തി. ഇത് രണ്ടും മനുഷ്യന്റെ മനസ്സിന്റെ യൗവനം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളിലും ആരോഗ്യപരമായ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് മാതൃകയാക്കേണ്ടതുണ്ട്. നിന്നാ വെള്ളം കുടിക്കാം. എത്ര വലിയ ദോശ അതുകൊണ്ട് ഉണ്ടാവാന്നറിയോ? ഇടത്തെ കൈ കൊണ്ടാ കുടിക്കാം. ഒട്ടകം കുടിക്കുന്ന പോലെ കുടിക്കില്ല എന്നാ പറഞ്ഞത്. മുറുക്കായി കുടിക്കണം. കാരണം എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകണം. ഇത് ഹബീബിന്റെ ചര്യ. ആരോഗ്യരംഗം പാദുകങ്ങൾ ധരിച്ചുകൊണ്ട് ശൗചാലയത്തിൽ പോകണം. മലമൂത്ര വിസർജന നേരത്ത് നിങ്ങൾ ചെരുപ്പ് ധരിക്കണം. ബാക്ടീരിയയും ഫംഗസും രോഗാണുക്കളൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന ഭാഷയാ. പക്ഷേ അതിനെത്രയോ മുമ്പ് വിസർജനം നടക്കുന്ന സന്ദർഭത്തിൽ ശരീരത്തിന്റെ രോമകൂപങ്ങൾ വികസിക്കുന്ന നേരം രോഗാണുക്കൾ വ്യാപകമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ രോമകൂപങ്ങളിലൂടെ ശരീരത്തിന്റെ അകത്തേക്ക് അത് പ്രവേശിച്ചാൽ സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും വലിയ അപകടം നിറഞ്ഞു നിൽക്കുന്ന ഭാഗം നിങ്ങളുടെ ശിരസാണ്. തലമറയ്ക്കണം, അത് എന്റെ സുന്നത്ത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ശുദ്ധി വേണം, വൃത്തി വേണം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇടപഴകുന്ന ഒരു ഭാഗം, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം മുൻകയ്യ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തെ ഇടപെടുന്നത് നോക്കിക്കോളൂ. ഒരു മനുഷ്യൻ നിസ്കാരമുള്ളവനാണോ 30 പ്രാവശ്യം ഈ മുൻകൈ ഏറ്റവും ചുരുങ്ങിയത് അവൻ ഒളു എടുക്കുന്ന നേരത്ത് കഴുകുന്നുണ്ട്. കൈ മുഴുവൻ മുട്ടുൾപ്പെടെ മുഴുവനായിട്ട് മുട്ടുൾപ്പെടെ കഴുകുക എന്നത് മുട്ടു മുതൽ താഴേക്ക് അത് ഒളുവിൽ ഉള്ള ആ ഫറദിന്റെ കൂടെ മുൻകൈ കൊണ്ട് കഴുകി തുടങ്ങുക എന്ന സുന്നത്ത് ഒരു 30 പ്രാവശ്യം 5 വഖത്ത് ഒളുവിലൂടെ ഒരു മനുഷ്യൻ ഏറ്റവും ചുരുങ്ങിയത് ഈ ഭാഗത്തെ കഴുകിക്കൊണ്ടിരിക്കാം. 20 പേശികളും 27 അസ്ഥികളുമുള്ള ശരീരത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഒരു ഭാഗം ഈ കൈയിന്റെ പിടി ഇങ്ങനെ
ചുരുട്ടി പിടിച്ചാൽ ഇത് തുറക്കാൻ ആ ചുരുട്ടി പിടിച്ചവൻ തന്നെ വിചാരിക്കണം, അത്രമാത്രം പേശികളും സന്ധികളും കൊണ്ട് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഈ ഭാഗത്ത് കൂടി ഒരു രോഗാണു ശരീരത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ സാരമായ പ്രശ്നമാണ്, ആരോഗ്യ പ്രശ്നം. അതുകൊണ്ട് കൃത്യമായി നിങ്ങളുടെ നഖം വൃത്തിയാക്കണം. നിസ്കരിക്കാൻ നിൽക്കുമ്പോ അല്ലെങ്കിൽ ജനാബത്ത് കുളിക്കുമ്പോ വലിയ അശുദ്ധിയോടെ കുളിക്കാരന്റെ നഖത്തിന്റെ അടിയിൽ അഴുക്ക് പാടില്ല. എന്തുകൊണ്ട്? ആരോഗ്യ സംരക്ഷണം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ആൾക്ക് ആദ്യം സുന്നത്തായ 3-4 കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഉറങ്ങി എഴുന്നേറ്റ് വരുന്നവൻ ആദ്യം 2 മുൻകൈ കഴുകണം. നേരത്തെ പറഞ്ഞ നിസ്കാരത്തിന് വേണ്ടി ഒളൂയിലൂടെ 30 പ്രാവശ്യം മുൻകൈ കഴുകലിന് പുറത്താണ് ഉറങ്ങി എഴുന്നേറ്റ് വരുന്നവന്റെ മുൻകൈ കഴുകൽ എന്ന് പറയുന്ന സുന്നത്ത് വരുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പും ശേഷവും കഴുകണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെയാ കൈ കഴുകുക? ഇങ്ങനെ കഴുകല്ല, 2 കൈയും കഴുകണം. അതിനോടുകൂടെ തന്നെ വായും കുപ്പിളിക്കണം. ഉസ്താദേ, ഇടത്തെ കൈ കൊണ്ടല്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കാം. പക്ഷേ ആ അവസരത്തിൽ ഇടത്തെ കൈയും കൂട്ടി ഇടതും വലതും കൈകൾ ഒരുമിച്ച് കഴുകി വായിൽ വെള്ളം കുപ്പിളിച്ചിട്ട് വേണം, കുപ്പിളിച്ച് തുപ്പിക്കളഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ ഒരാൾ അങ്ങോട്ട് പോവാം. മഹാനായ ഉസ്താദിന്റെ വീട്ടിൽ പോയവരുണ്ടാകും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തരുന്നത് പ്രധാനമായും ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം കഴിക്കാൻ നമുക്ക് തരുന്നതിന്റെ തൊട്ടു മുന്നേ ഒരു പാത്രത്തിൽ, കാലിപാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു തരും. നമ്മൾ ആദ്യമായിട്ട് എല്ലാവരും ഈത്തപ്പഴത്തിന്റെ കൂടെ സാധാരണ സംസം വെള്ളമാണല്ലോ. ഈ ചെരുവത്തിൽ ഈ സംസം വെള്ളം തരുന്ന ആദ്യമായിട്ടാ. സാധാരണ സംസം വെള്ളം ഇത്ര ഒരു ഗ്ലാസറ കൊടുക്കുക. എന്റെ കൂടെ എന്നാൾ ഒരാൾ അത് വലിയ ചെരുവത്തിലാണ് വെള്ളം വെച്ചത്. മുപ്പര് ഓർത്ത് ഇത്രയും സംസം വെള്ളം ഞാൻ എപ്പോഴും കുടിച്ചു തീർക്കാം. ഇതെന്താ ഞാൻ പറയുന്നത്? കൈ കഴുകാൻ. അത് കൈ കഴുകാൻ, വായ തുടയ്ക്കാൻ, ചുണ്ട് തുടയ്ക്കാൻ, വായു കുപ്പിളിക്കാം. ഈത്തപ്പഴം കഴിക്കാൻ, ഒരു ഈത്തപ്പഴം കഴിക്കാൻ വേണ്ടി ആ ഭക്ഷണം കഴിക്കുക എന്നതിനെ ഇങ്ങനെ ഓരോ രംഗത്ത് നമുക്ക് ഭൗതികമായും ആത്മീയമായും മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടാണ്. ആത്മീയമായി നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത, പ്രവാചക വിചാരം എപ്പോഴും മനസ്സിലുണ്ടാവേണ്ട പ്രവാചക വിചാരം നമ്മെ നിയന്ത്രിക്കാൻ കഴിയണം. അങ്ങനെ ഒരു നിയന്ത്രണം വരുന്നോടത്ത് അറിയാതെ സ്വലാത്ത് വരും. ഞാനൊരു സുന്നത്ത് പഠിപ്പിച്ചു തരാം. അരി ആഹാരം കഴിക്കുന്ന മനുഷ്യൻ അരി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്ത്. എന്റെ വക പറഞ്ഞതല്ല. സക്കാത്തിന്റെ അധ്യായത്തിൽ ഇബ്നു ഹജർ തങ്ങൾ തുഫ പറയുന്നുണ്ട്, ഷിർവാനി വ്യാഖ്യാനിക്കുന്നുണ്ട്. അരി ആഹാരം കഴിക്കുമ്പോ അതിന്റെ ഇടയിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്ത്. അരി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സ്വലാത്ത് അല്ല. വർത്തമാനം പറയാൻ നമുക്കൊരു പ്രശ്നമല്ല. അരി ആഹാരം കഴിക്കുമ്പോൾ, അരിപ്പൊടിയുടെ ആഹാരം കഴിക്കുമ്പോ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. എന്തുകൊണ്ട്? മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഷിർവാനി വ്യാഖ്യാനിക്കുന്നു, ഏതൊരു ഭക്ഷണത്തിലും അല്ലാഹു ആ ഭക്ഷണത്തിൽ ഒരു രോഗവും മരുന്നും വെച്ചിട്ടുണ്ട്. ഇല്ലൽ അറുസ, അരിയാഹാരത്തിൽ ഒഴിച്ച്. അരിയാഹാരത്തിൽ അല്ലാഹു ശിഫാ മാത്രമാ വെച്ചിട്ടുള്ളത്. അരിയാഹാരത്തിൽ അല്ലാഹു രോഗത്തിന്റെ മരുന്ന് മാത്രമാ വെച്ചിട്ടുള്ളത്. അരിയാഹാരത്തിന്റെ പ്രത്യേകത, അരിയാഹാരം അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശത്തിൽ നിന്നും റബ്ബ് നേരിട്ട് പടച്ചതാ. ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രവാചക വിചാരം വരികയാ. ഈ സുന്നത്തുകൾ നമ്മുടെ കൂടെ ഉള്ളപ്പോ അല്ലാഹുവിന്റെ ഹബീബ് കൂടെ വരികയാ. ഒറ്റക്കിരിക്കുമ്പോൾ നബി തങ്ങളെ ഓർക്കാൻ കഴിയുന്നുണ്ടോ? സ്വലാത്തിന്റെ അമരധ്വനികൾ കൊണ്ട് നമ്മുടെ നാവ് സമ്പന്നമാണോ സഹോദര? നമുക്ക് നന്നാവാൻ അതേ പറ്റൂ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുകയാ. സൗബാൻ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുന്നത്. ആ ഹദീസ് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഖിയാമത്ത് നാളിൽ എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വരികയാണ്. അവർ വന്നുകൊണ്ട് ഖിയാമത്ത് നാളിൽ മഹ്ശറയുടെ വിശാലമായ മുറ്റത്ത് നിൽക്കുമ്പോൾ അവരുടെ അമലുകളെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവരുടെ അമലുകളുണ്ടല്ലോ, പർവ്വതം പോലെ വലിയ കൂമ്പാര കണക്കുള്ള അമലുമായി എന്റെ സമൂഹം വന്ന് നിൽക്കുകയാ. തിഹാമ പർവ്വതം പോലെ കൂമ്പാര കണക്കമലുമായി ഒരു സമൂഹം വന്ന് നിൽക്കാം. എന്നിട്ടോ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് കൂമ്പാര കണക്കെ നിൽക്കുന്ന പർവ്വത സമാനമായ അമലിന്റെ കൂനയുണ്ടല്ലോ, ചിന്ന ഭിന്ന ശിഥിലമായി പൊട്ടിത്തെറിക്ക. പിന്നെ അത് അവിടെ കാണുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിനോട് സ്വഹാബത്ത് പേടിയോടുകൂടെ ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, നബിയേ ആരാണവർ നബിയേ?
അപ്പോൾ അവിടുന്ന് പറഞ്ഞു മിൻ സിൽദത്തിക്കും, നിങ്ങളിൽപ്പെട്ടവര് തന്നെയാ ഖിയാമത്ത് നാളിനോടടുത്ത കാലഘട്ടത്തിലുള്ളവരാവര്, അവര് നിങ്ങളിൽപ്പെട്ടവര് തന്നെയാ. ചോദിച്ചത് തൗബാൻ എന്ന സ്വഹാബിയാ. നബിയെ, ഞാൻ ചോദിച്ചത് എന്തിനാണെന്നറിയുമോ? ആ ദുശീലം ഞങ്ങളിലുണ്ട് എങ്കിൽ അത് അവസാനിപ്പിക്കാൻ വേണ്ടി നബിയെ, ഞങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ദിക്ർ ചൊല്ലിയതല്ലേ, ഒരുപാട് നിസ്കരിച്ചു കൂട്ടിയതല്ലേ, ഒരുപാട് സദഖ ചെയ്തതല്ലേ, ഒരുപാട് അമലുകൾ ചെയ്തിട്ട് തിഹാമാ പർവ്വതത്തിന്റെ കൂമ്പാരം കണക്കെ നമ്മൾ അമലിന്റെ കൂനയുമായി റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ അത് ഉപകാരപ്പെടാതെ പോകുന്ന ആളുകളുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അവരുടെ ഏകാന്തതയിൽ അവർ തനിച്ചിരിക്കുമ്പോൾ അവർ ഹറാമുകളിലേക്ക് പോവുകയാ. ആൻഡ്രോയിഡിന്റെ നീല വെളിച്ചത്തിൽ വൃത്തികേട് കാണുകയാ. ഏത് മനുഷ്യനായി ഇന്ന് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടാത്തത്? എല്ലാവർക്കും ഒറ്റയ്ക്കിരിക്കലാ ഇഷ്ടം. റേഷൻ കടയുടെ മുന്നിൽ വിലക്കുണ്ടെങ്കിൽ അവിടെ ഒഴിച്ചു. ഒരു ഡോക്ടറെ കാണാൻ OP ചീട്ടെടുത്ത ആള് 1 മണിക്കൂർ വൈകിയാലും കുഴപ്പമില്ല, മൂപ്പരിങ്ങനെ അതിന്റെ പുറത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കല. 1 മണി 1:30 മണിയായപ്പോ ഭാര്യയുടെ ഫോണില് ഒരു വാട്സാപ്പ് മെസ്സേജ്, ഭർത്താവിന്റെ ഫോണില് വാട്സാപ്പ് മെസ്സേജ്. എന്താ ഇതിനൊരു സ്പെഷ്യൽ ട്യൂണുണ്ട്, കുടുംബത്തിൽ നിന്ന് വന്ന മെസ്സേജൊക്കെ അങ്ങനെ അറിയാം. വേറൊന്നുമല്ല, നീങ്ങി കിടക്കും മനുഷ്യ, ചൂടെടുത്തിട്ട് പാടില്ല, പുറത്ത് കിടക്കണ ഭാര്യ മെസ്സേജ് അയച്ചേക്കാം. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അത്രയും ഒരു മനുഷ്യൻ പേരക്കുട്ടികൾ വിരുന്നതിന് വല്ല വല്ലുപ്പാക്കപ്പോ ഇഷ്ടമല്ല. എന്തുകൊണ്ട്? ഒക്കെ അത് ഇതും തോണ്ടി അവിടെ മൂലക്കൊക്കെ ഇരിക്കും. പണ്ടങ്ങനെയല്ല, മാവേക്കാരിലെ കുളത്തിച്ചാടല്, മീൻ പിടിക്കാൻ പോക്ക്, ഒരുപാട് കളി വിനോദമൊക്കെ ആയിട്ട് രസമായിരുന്നു. ഇന്നിങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുവരുത്തി അവിടെ ഇരുന്നു. ആ ഒരു അവസ്ഥ. ആരോഗ്യം എവിടെ ഉണ്ടാവും? ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഹറാമുകളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ ഹബീബ് മുന്നിൽ വന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും ഞാൻ ഒഴിവല്ല, ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യരും ഒഴിവല്ല. എല്ലാവർക്കും ഇഷ്ടം ഒറ്റയ്ക്കിരിക്കല. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടവരുണ്ട്, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ട മഹാന്മാർ ഒരുപാട് പേരുണ്ട്. അവരുടെ ഏകാന്തത 2:30 മണിക്ക് ഞാൻ എത്ര വൈകി കിടന്നാലും എഴുന്നേൽക്ക തന്നെ ചെയ്യും. 2:30 മണിക്കാണ് എന്റെ ഏകാന്തത. സുബഹി വരെ ആളുകളില്ലല്ലോ, ഞാൻ ആ നേരം എന്റെ റബ്ബിന് വേണ്ടി സമർപ്പിക്കുമെന്ന് പറഞ്ഞ സയ്യിദാണ് മഹാനായ സങ്കേതങ്ങള്. മഹാനായ ചെറുവാളൂർ ഉസ്താദിനെ അറിയാത്തവരില്ലല്ലോ. മഹാനായ ശൈഖുന പറയുമായിരുന്നു, പരിശുദ്ധ റമദാനിന്റെ 2 മണി സമയം മുതൽക്ക് രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല, ആരുമില്ലല്ലോ. ടോക്കൺ എടുത്തുകൊണ്ട് കാണാൻ പോയിക്കൊണ്ടിരുന്ന മഹാന്മാരായ സൂഫിയാക്കളല്ലേ അവര്. തിരക്ക് കൂടുമ്പോൾ ഒരു ദിവസം ഇത്ര പേരെ കാണാവൂ. ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് അത്ര നേരമേ ആളുകളെ നോക്കാൻ പറ്റൂ. ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയാനിരുന്ന മഹാന്മാരൊക്കെ പകലന്തിയോളം എന്റെ പ്രിയമുള്ളവരെ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി ഓടി നടന്നിട്ട് മഹാനായ ആറ്റപ്പൂ തങ്ങൾ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കാണാൻ വേണ്ടി ഒരാള് അദ്ദേഹത്തെ ഒറ്റക്ക് കാണാൻ ചെല്ലണമെങ്കിൽ പണക്കാട്ട പള്ളിയിലെ രാത്രി 3 മണിക്ക് ചെന്നാൽ കാണുമെന്ന് പറയാറുണ്ടല്ലോ. ഏകാന്തത അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ച ഒരുപാട് മഹാന്മാരുണ്ട്. തൻഹായി കെ സബ് ദിൻ, തൻഹായി കെ സബ് രാത്തെ, അബ് ഹോനെ ലഗേ ഉൻസെ ഖൽവത്ത് മേ മുലാഖാത്തെ. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിച്ച് മദീനയിലേക്ക് മനസ്സ് കൊടുത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. 921 ഒക്ടോബർ മാസം 21-ാം തീയതി കറാച്ചിയിലെ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കയറ്റി നിർത്തുമ്പോ, കോടതിയുടെ 4 കെട്ട് കാണുമ്പോൾ, നീതിപീഠത്തിലിരിക്കുന്ന ന്യായാധിപനെ കാണുമ്പോ മൗലാന മുഹമ്മദ് അലി ജൗഹർ വിളിച്ചു പറയുകയാ, മനസ്സ് പോയത് മദീനയിലേക്കാ, മനസ്സ് പോയത് ഹബീബിലേക്കാ. കോടതിയും 4 കെട്ടും ന്യായാധിപനും നീതിപീഠവും എല്ലാം കാണുമ്പോൾ അന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി വിചാരണ പോലുമില്ലാതെ എന്നെ ക്രൂശിക്കുന്ന ഈ പ്രവണതയിൽ എന്റെ മദീനയുടെ കോടതിയായിരുന്നുവെങ്കിൽ, വ്യഭിചരിച്ചു വന്ന് കുറ്റസമ്മതം നടത്തിയ മാഴീസിന് പോലും നീതിയുടെ പഴുത് തേടിയ പ്രവാചക പൊങ്കവരുടെ കോടതിയാണ് എങ്കിൽ, മഖ്സൂമിയ തറവാട്ടിലെ പെൺകുട്ടി കട്ടപ്പോൾ എന്റെ പൊന്നുമോള് ഫാത്തിമ കട്ടാലും കൈവെട്ടുമെന്ന് പറഞ്ഞ ന്യായാധിപന്റെ കോടതിയായിരുന്നുവെങ്കിൽ, മൗലാന മുഹമ്മദ്
അലി ജൗഹറിന്റെ മനസ്സങ്ങ് മദീനയിലേക്ക് പോയപ്പോ 921 ഒക്ടോബർ മാസം 21-ാം തീയതി കറാച്ചിയിൽ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് കോടതിയുടെ 4 കെട്ടുകളെ മുഖരിതമാക്കിയിട്ട് മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ വിളിച്ചു പറയാൻ തുടങ്ങി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയാൻ തുടങ്ങി. പരിസരം മറന്നു. അങ്ങനെ ഉണ്ടല്ലോ, എത്ര ദേശം പിടിച്ചിരുന്നാലും എത്ര ബോറടിച്ചിരുന്നാലും ചിലപ്പോഴൊക്കെ നമ്മൾ പരിസരം മറക്കാറുണ്ട്. ഒരു പാട്ട്, നല്ല പാട്ടങ്ങ് കേട്ടാൽ പാട്ട് കേട്ട താളോടും. നമ്മൾ പാട്ട് പാടാൻ പറഞ്ഞിട്ടില്ല, പാട്ട് കേൾപ്പിക്കണമെന്ന് പറഞ്ഞില്ല, എന്നാലും നല്ല പാട്ട് താളോടും. മനസ്സിങ്ങനെ പോവാ. പരിസരം കാണുമ്പോ മദീന, അങ്ങനെ ഒരു ചിന്ത. ബ്രിട്ടീഷ് കോടതിയിൽ ജഡ്ജ് പറഞ്ഞു, ഈ പേര് ഇവിടെ പറയാൻ പാടില്ല. പെട്ടെന്ന് തിരിച്ചു കിട്ടിയ ഒരു പരിസരബോധം, എന്റെ നബിയുടെ പേര് പറയാൻ പാടില്ല. എവിടെയും പറയും ഞാനത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പറയും, എവിടെയും പറയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞതാ, തൻഹായി കെ സബ്ദിൻ തൻഹായി കെ സബ്രാത്തെ അബ് ഹോനെ ലഗേ ഉൻസെ ഖൽവത് മേ മുലാഖാത്തെ. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്റെ മുന്നിൽ അവിടുത്തെ വരാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്റെ മുന്നിൽ അവിടുത്തെ വരാറുണ്ട്. ഏകാന്തമാണ് എന്റെ പകലുകൾ, ഏകാന്തമാണ് എന്റെ രാത്രികൾ. ആ ഏകാന്തതയിൽ ഞാൻ അവിടുത്തെ കാണാറുണ്ട്. ആ ഏകാന്തതയിൽ അവിടുത്തെ എന്റെ മുന്നിൽ വരാറുണ്ട്. ആരാണ് മുഅ്മിനേ അവിടുത്തെ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായി അവിടുത്തെ അവിടുന്ന് വരാറുണ്ട്. ഇങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണ്ടേ. ഹബീബിനെ കുറിച്ചുള്ള സ്വലാത്തിന്റെ പ്രകടനങ്ങൾ, പ്രവാചക പ്രേമത്തിന്റെ പ്രഫുല്ലമായ ഒരു വെളിച്ചം നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് വേണ്ടേ. ഏത് രംഗങ്ങളിലും ഹബീബായ നബി തങ്ങളുണ്ട്. ഒളു എടുത്ത് നടന്നോ സുന്നത്താ, പ്രത്യേകം ശ്രദ്ധിക്കണേ. വലിയ അശുദ്ധിയുള്ള ഹൈദുള്ള സഹോദരിമാര് ഒളു എടുക്കാൻ പാടില്ലാത്തതാ. അവർ ആ സമയത്തൊരു ഫാസിദായ അമലെന്ന നിലയിൽ ഒളു ചെയ്യാൻ പാടില്ല. അതല്ലാത്ത നേരത്തെ എപ്പോഴും ഒളു എടുക്കാം. എന്തുകൊണ്ടാണെന്നറിയോ? പിശാച് കടന്നു വരൂല ഒളു ഉള്ള മനുഷ്യന്റെ നേരെ. പിശാച് കടന്നു വരുന്നത് ശുദ്ധിയില്ലാത്തോടത്താ. പിശാച് കടന്നു വരാത്തോടത്ത് ഈമാൻ ഉണ്ടാവുകയാണ്. അത്തുഹൂറു ശത്റുൽ ഈമാൻ. സ്വഹീഹ് മുസ്ലിം നബി മുഹമ്മദ് മുസ്തഫ. ഈമാന്റെ പകുതി പിടിച്ചു നിർത്താൻ, പകുതിയും പിടിച്ചു നിർത്താൻ നമുക്ക് ഒളു കൊണ്ട് കഴിയും, ശുദ്ധി കൊണ്ട് കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മാത്രവുമല്ല, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹുവിന് ശുദ്ധിയുള്ളവരെ ഇഷ്ടമാ. റബ്ബിന്റെ ഇഷ്ടം കിട്ടാൻ കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ വൃത്തി പഠിപ്പിച്ചു. സമയബന്ധിതമായി നമ്മോട് പല കാര്യങ്ങളും ചെയ്യാൻ പഠിപ്പിച്ചു. അൽ ഫിത്രത്തു ഖംസുൻ അൽ ഖിതാൻ വൽ ഇസ്തിഹദാദ് വനതുൽ ഇബ്ത് വനതുൽ ഇബ്തി വതഖലീമുൽ അൽഫാരി വഖസ്സു ശാരിബി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം. കേട്ടോളൂ, 5 കാര്യങ്ങൾ സുന്നത്താം. നബിയുടെ ജീവിതമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 കാര്യം സുന്നത്താണ്. ആർക്കത് സുന്നത്തായിട്ട് തോന്നിയേക്കുന്നത്? 5 കാര്യം. അതിൽ ഒരെണ്ണം മാത്രം നമ്മൾ സുന്നത്തെന്ന് പറയാറുള്ളൂ. ബാക്കി 4 സുന്നത്താണ് തോന്നിയിട്ടില്ല. ആ 1ാമത്തെ കാര്യം സുന്നത്ത് തന്നെയാണ്. ഏത് സുന്നത്ത്? മറ്റേ സുന്നത്തുണ്ടല്ലോ, അവസാനം കൊണ്ടുവന്നിട്ടുള്ള സുന്നത്ത്. അതന്നെ. അതിനെത്ര പ്രാധാന്യം കൊടുക്കുന്നു അതുപോലെ തന്നെ പ്രാധാന്യം. അത് നിർബന്ധമാണല്ലോ. അത് പ്രായവൃത്തിക്ക് മുമ്പ് സുന്നത്താണ്. രണ്ടാമത്തേത് അത് അമ്പിയാക്കൾ ചെയ്തു പോകുന്നത്. രണ്ടാമത്തേത് ഗുഹ്യരോമം നീക്കം ചെയ്യാം. മാക്സിമം 40 ദിവസം വൃത്തി പഠിപ്പിക്കുക, ശുദ്ധി പഠിപ്പിക്കുക വ്യക്തി ജീവിതത്തിൽ. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് കക്ഷരോമം പഠിക്കും. ആണിനും പെണ്ണിനും 40 ദിവസത്തിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. 4ാമത്തേത് ആഴ്ചയിൽ ഒരിക്കൽ നഖം മുറിക്കണം. വലത് കൈയിന്റെ ചൂണ്ടുവിരലിൽ നിന്ന് തുടങ്ങി ചെറുവിരലിൽ അവസാനിച്ചിട്ട് പിന്നെ വലത് കൈയിന്റെ തള്ളവിരല്, ഇടത് കൈയിന്റെ ചെറുവിരലിൽ തുടങ്ങി തള്ളവിരൽ വരെ ഡയറക്റ്റ്.
വലത്തെ കാലിന്റെ ചെറു വിരൽ മുതൽ ഇടത്തെ കാലിന്റെ ചെറു വിരൽ വരെ ആഴ്ചയിൽ ഒരിക്കൽ നഖം വെട്ടൽ സുന്നത്താണ്. അതും സുന്നത്താ. ആഴ്ചയിൽ ചെയ്യാൻ വലിയ കൂലിയാ. ഞാൻ നേരത്തെ പറഞ്ഞു സലാകർമ്മം ചെയ്യുന്നതിനെ ഒരു സുന്നത്തെന്ന് പരിഗണിക്കുന്ന അതേ പരിഗണന തന്നെ ഇതിനൊക്കെ. മീശ ചുണ്ടിന്റെ ചൂപ്പിന്റെ മുകളിൽ വെച്ചിട്ട് വെട്ടി നിർത്തണം. ചുണ്ടിന്റെ ചോപ്പ് കാണാൻ പാടില്ലാത്ത രീതിയിൽ ചിലരിങ്ങനെ ഇറക്കി അങ്ങോട്ട് ചുണ്ടിൽ താഴേക്ക് ഇറക്കും. കട്ടമീശ അത് പാടില്ല. ചുണ്ടിന്റെ മുകളിലാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീശ വെച്ചതും വെക്കാൻ പറഞ്ഞതും. ഈ ചുണ്ടിന്റെ താഴത്തേക്കൊക്കെ ഇറങ്ങി നിന്നതിന് എന്ത് രസമുണ്ടോ അല്ലേ? അതല്ല ഗോതമ്പിന്റെ പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവിടെ നാണവില്ല. അപ്പോ അതൊക്കെ ചുണ്ടിന്റെ ചോപ്പ് കാണത്തക്ക രീതിയിൽ വെട്ടി നിർത്താൻ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ആരോഗ്യരംഗം. യാത്ര കഴിഞ്ഞു വരുമ്പോ അകലേന്ന് വിവരം കൊടുക്കും വീട്ടിലുള്ള സ്ത്രീകളോട് ഒരുങ്ങിക്കോ എന്ന് പറയാൻ സുന്നത്ത. എസംബരത്ത് വരുമ്പോഴല്ല ഫോൺ ചെയ്യേണ്ടത്. തൃശ്ശൂരിൽ നിന്നാ വരുന്നെങ്കിൽ ഇരിങ്ങാലക്കുട കഴിയുമ്പോ വിളിക്കണം, ഞാൻ എത്താനായിട്ടോ. നേരത്തെ വിവരം കൊടുക്കണമെന്ന്, ഞാൻ ഇന്ന സ്ഥലത്തെത്തി. അവർക്കൊന്ന് ഒരുങ്ങാൻ സുന്നത്ത. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അനസ് തങ്ങൾ പറയാം, وقت لنا في قص الشارب وتقليم الأظفار ونطف الإبط وحلق العانة ألا نترك أكثر من 40 ليلة. ഹബീബ് പഠിപ്പിച്ചുള്ള സ്വഹീഹ് മുസ്ലിം 40 ദിവസം വിട്ടുപോവാൻ പാടില്ല. നേരത്തെ പറഞ്ഞ രോമങ്ങൾ നീക്കാൻ, ശരീരത്തിന്റെ വൃത്തികേടാവുന്ന ഭാഗങ്ങൾ വൃത്തിയാക്കാൻ 40 വിട്ടുപോവാൻ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ എല്ലായിടത്തും ഇടപെടുകയാ. കായിക രംഗത്തുണ്ട്, എല്ലാ കലാരംഗത്തിന്റെ എല്ലാ രംഗത്തുമുണ്ട്. കായിക രംഗത്ത് ഇത്രയധികം പറഞ്ഞു തന്നതാരാ? നീന്തൽ പഠിക്കണം, പഠിപ്പിക്കണം സയ്യിദുനാ റസൂലുള്ളാഹി. കുതിരസവാരി പഠിക്കണം, പഠിപ്പിക്കണം സയ്യിദുനാ റസൂലുള്ളാഹി. അമ്പെയ്ത്ത് പഠിക്കണം, പഠിപ്പിക്കണം സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര പൈസ കൊടുത്തിട്ടായിരുന്നു ഷൂട്ടിംഗ് പഠിക്കാം, ഉന്നം പഠിക്കാൻ മക്കളെ വിടുന്നുണ്ട്. ഉന്നം പഠിക്കണം. ഉന്നം നല്ലതിന് പറയാ അല്ലേ? ഓ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ നനഞ്ഞ ആകെ കുതിർന്നിരിക്കണ പോലെ. ഉന്നം നല്ലേ പറയാ? കേട്ടില്ല? അതെ, ഉന്നം പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നിർബന്ധമായിരുന്നു. ഇത് റസൂലുള്ളാഹിയുടെ സുന്നത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ ഇടപെടാത്തത്? ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഇമാം ശൗക്കാനിയുടെ അൽ ഫവായിദുൽ മജ്മൂഅ ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി അല്ലിമൂ ബനീകുമുസ് സിബാഹ. മക്കളെ നീന്താൻ പഠിപ്പിക്കണേ, മക്കളെ നീന്തൽ പഠിപ്പിക്കണേ സയ്യിദുനാ റസൂലുള്ളാഹി. വറമ്യ, ഉന്നം പഠിപ്പിക്കണേ, അമ്പെയ്ത്ത് പഠിപ്പിക്കണേ. നീ കേട്ടോളൂ, വല നിഅമലഹുൽ മുഅ്മിനത്തി. ഒരു പെണ്ണിന്റെ വിനോദം ഏതാണെന്നറിയുമോ? ഏറ്റവും നല്ല വിനോദം മഗ്സിലുഹാ, നെയ്തുണ്ടാക്കുന്ന പണി പെണ്ണ് ചെയ്യലാ അവൾക്ക് ഏറ്റവും നല്ല വിനോദമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കുട്ട നെയ്യാനും പനമ്പ് നെയ്യാനും സ്ത്രീകൾ ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ചൂല് പോലും മെടഞ്ഞുണ്ടാക്കാൻ ഒരു കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾ ചൂടുണ്ടാക്കാം എവിടെയുള്ള കുറവാ. അതിങ്ങനെ കിട്ടൂല, നമുക്ക് വാങ്ങാൻ കിട്ടും. എല്ലാം കിട്ടും. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സാധനമാണ് ചൂല്. ഒരു പെണ്ണ് ഉണ്ടാക്കുക എന്നത് വലിയ സുന്നത്താണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരു പെണ്ണിന്റെ വിനോദമായിരിക്കണം നെയ്ത്ത് പണി, സ്റ്റിച്ചിങ്, തയ്യല്. പഴയ കാലത്ത് ഒരു കല്യാണം നടത്താൻ പെണ്ണിന്റെ യോഗ്യത ചോദിക്കും. MSc ഒന്നൊന്നും പറയാനില്ല. എന്തെങ്കിലും ഓത്തും വൈത്തൊക്കെ ഉണ്ടാവും. ഖത്തം തീർത്തിട്ടുണ്ട്, 30 ദിവസം പഠിച്ചിട്ടുണ്ട്, പിന്നെന്താ പഠിച്ചാണ്? തയ്യലും അറിയാം. ചിലപ്പോ അതിന്റെ കൂടെ എക്സ്ട്രാ ടൈപ്പ് റൈറ്റിംഗും അറിയാം. തയ്യൽ മിഷൻ. ഇശാ റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ,
ഐഷ ബീവിയോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഐഷ നീ എന്റെ കൂടെ സ്വർഗത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ്. ഐഷ എന്റെ കൂടെ നീ സ്വർഗത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഐഷ നബിയെ വരാൻ ആഗ്രഹിക്കുന്നു. നീ ഒരു വലിയ ധനാഠ്യന്റെ ഭാര്യയെ പോലെ കിബറത്തിയാവാതിരിക്കലാണ് വേണ്ടത്. വലാ തസ്തഖ്ലിഖി തൗബാ ഹത്താ തുനഖിഹി. ഒരു വസ്ത്രവും ഒരു സ്റ്റിച്ച് പൊട്ടിയതിന്റെ പേരിൽ പഴഞ്ചനാണെന്ന് പറഞ്ഞ് വലിച്ചെറിയാതെ, അതിനെ തുന്നി ഉപയോഗിക്കാതെ എന്റെ കൂടെ നിനക്ക് സ്വർഗമില്ല ഐഷ. സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര ഗൗരവമുള്ള കാര്യ. പ്രോഗ്രസ് കാർഡിൽ ഒപ്പുവെക്കാൻ പോയപ്പോ അന്ന് ഇട്ട ചുമന്ന ചുരിദാർ പിന്നെ ഇടൂല. കണ്ട എളുപ്പം പറഞ്ഞ ഒക്കെ കർത്താണി അല്ലല്ല. എന്റെ സഹോദരങ്ങളെ, നമ്മള് വല്ലാതെ മുകളിലേക്ക് കയറിയിരിക്കട്ടെ. ഇതിനാ പരിഷ്കാരം എന്ന് പറയാം. വസ്ത്രങ്ങൾ വാങ്ങുന്നതൊക്കെ നല്ലതാണ്, വസ്ത്രം ഉപയോഗിക്കുന്നത് നല്ലതാണ്. കീറിയത് തുന്നാതെ കളയരുത്. കീറിയിട്ട് എനിക്ക് തുന്നി ഉപയോഗിക്കണം എന്നാ പരിപാടി ഉണ്ടോ? തയ്യൽ മെഷീൻ ഉപയോഗിക്കണം, സുന്നത്താണ്. ഹബീബായ നബി തങ്ങൾ ഇടപെടുകയാണ്. മക്കളെ നീന്തൽ പഠിപ്പിക്കണം. ആര് പറഞ്ഞു ഇങ്ങനെ? കായിക രംഗത്ത് ഇത്രയധികം പറഞ്ഞു തരാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ നീന്തൽ പഠിപ്പിക്കണേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സൂറത്തുൽ അൻഫാലിന്റെ വ്യാഖ്യാനത്തിൽ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഷാമിലെ ഗവർണറായിരുന്ന ഷാമിലെ ഗവർണർക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കത്തെഴുതുകയാണ്. അൻഅല്ലിമു ഔലാദകുമുസ് സിബാഹത വൽ ഫുറൂസിയാ. ഷാമിലുള്ള കുട്ടികൾക്ക് കുതിര സവാരി പഠിപ്പിക്കണേ. ഷാമിലുള്ള കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കണേ. അവരുടെ സിലബസിന്റെ ഭാഗമായിരുന്നു. അതൊരു പ്രധാന സുന്നത്ത. കുതിര സവാരി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പേശികളും അസ്ഥികളും കുലുങ്ങി കുലുങ്ങി ഒരു പ്രത്യേകമായ ദൃഢഭാവത്തിലേക്ക് ശരീരം കടന്നു വരാ. 1000 വട്ടം ജിമ്മിൽ പോകുന്നതിനേക്കാളും നമുക്ക് ഗുണകരമാണ് കുതിര സവാരി. അത് അല്ലാഹുവിന്റെ ഖുർആൻ പ്രോത്സാഹിപ്പിച്ച കാര്യമാ. കുതിര സവാരി പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിൽ വൽഅദിയാതി ളബ്ഹു ഫൽമുരിയാതി ഖദ്ഹു ഫൽമുഗീറാതി സുബ്ഹ ഫഅഥർന ബിഹി നഖഉ ഫവസതന ബിഹി ജംഅ. അല്ലാഹു സത്യം ചെയ്ത് പറയാൻ വേണ്ടി കുതിരയെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഇത് പഠിക്കാൻ നമുക്കുണ്ട്. വ്യാപകമായി കുതിര കിട്ടും, നമുക്ക് വാങ്ങണമെന്നല്ല പറഞ്ഞത്. അടങ്ങി ഒതുങ്ങി എവിടെയും കഴിഞ്ഞുകൂടുന്ന ഏതെങ്കിലും ഒരു ശരീരമാവാതെ നമ്മൾ അധ്വാനിക്കാനും പുറത്തേക്ക് ഇറങ്ങാനും തയ്യാറായി കഴിഞ്ഞാൽ ആരോഗ്യരംഗത്ത് അഷ്റഫുൽ ഖൽഖിനെ കാണാം. പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാ. വൽആദിയാതി ളബ്ഹ. പ്രഭാതത്തിൽ കിതച്ചോടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. വൽമുരിയാതി ഖദ്ഹ. ഓടിപ്പോകുന്ന നേരത്തിൽ ആടനടിച്ചു പോകുമ്പോ തീപാറുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഫഅഥർന ബിഹി നഖഅ ഫവസതന ബിഹി ജംഅ. യുദ്ധത്തിന്റെ മനോഹരമായ പാടവങ്ങളിൽ ചുവടുവെപ്പുകളിൽ യോദ്ധാക്കളോടൊപ്പം യുദ്ധസൈന്യത്തിന്റെ മധ്യത്തിൽ വന്നുകൊണ്ട് അമ്മാനമാടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. കിതച്ചോടുന്ന കുതിര, തീപാറുന്ന കുതിര. ശബ്ദം കൊണ്ടുപോലും ഖുർആൻ, ശബ്ദം കൊണ്ടുപോലും ഖുർആന്റെ വ്യാഖ്യാനം, ശബ്ദം പോലും അതിന് വന്ന പോലെ. വലാ തഖുൽ ലഹുമാ ഉഫ്. ഖുർആന്റെ ഒരു ആയത്തായത് സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്ത്. വാർദ്ധക്യ സഹജമായി വരുന്ന മാതാപിതാക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന മക്കളെ, അരോചകമായി പലതും അവരിൽ നിന്നും അനുഭവപ്പെട്ടാലും വലാ തഖുൽ ലഹുമാ ഉഫ്. പാടില്ല. ഒരു ദീർഘനിശ്വാസമാ ഉഫ്. അതിനർത്ഥമില്ല അത് നെറ്റി ചുളുങ്ങലാ ഉഫ്.
എന്ന് പറയല്ലേ. അങ്ങനെ ചില പരിഭാഷകളിൽ കാണുന്നു, അതിന് പരിഭാഷയില്ല. ശബ്ദം കൊണ്ട് ഖുർആൻ, ശബ്ദം കൊണ്ട് ഖുർആൻ, ശബ്ദം കൊണ്ട് ഖുർആൻ പറഞ്ഞ ഒരു പ്രയോഗമാവും. നിന്റെ ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടതുപോലും ഒരു അമർഷത്തിന്റെ ഭാഷയുണ്ട് എങ്കിൽ അപരാധമെന്ന് പരിശുദ്ധ ഖുർആൻ. ശബ്ദം കൊണ്ട് അർത്ഥം കൊടുത്ത ഖുർആൻ കുതിരേനെ പറയാൻ, കുതിരകളെ പറയാൻ ശബ്ദം കൊണ്ട് അർത്ഥം പറഞ്ഞ പോലെ. Because the Quran is the sentence of the God. മൗലാന അബുൽ കലാം ആസാദ് നെഹ്റുവിനോട് പറഞ്ഞതാ. നെഹ്റു പോലും അമ്പരന്ന് പോയി. നെഹ്റു പോലും അമ്പരന്ന് പോയി. I could not find a single error in Quran. I had to stop and ask myself, if a man was the author of the Quran, how could he have written facts on the 7th century? എങ്ങനെ 7-ാം നൂറ്റാണ്ടിലെ മനുഷ്യന് ഇത് പറയാൻ കഴിഞ്ഞു? ഈ ഖുർആന ആ മനുഷ്യന്റെ സ്വഭാവം, ഈ ഖുർആന മനുഷ്യന്റെ സ്വഭാവം, ഈ ഖുർആന മനുഷ്യന്റെ സ്വഭാവം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. വേണം സഹോദര, ഖുർആൻ പാരായണത്തിന്റെ മാസ്മരികമായ അത്ഭുതങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരണം. കുതിര സവാരി വേണം, അതുപോലെ മക്കളെ നിങ്ങൾ നീന്താൻ പഠിപ്പിക്കണം. അള്ളാന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു, നിനക്ക് നീന്താൻ അറിയുമോ? നിനക്ക് അമ്പെയ്ത്ത് അറിയുമോ? ഉണ്ടെന്ന് പറഞ്ഞാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅജിബുഹു അൻ യകൂന റജുലു സാബിഹൻ റാമിയാ. നീന്താൻ അറിയുന്ന ആളാണ് വരുന്നത്, അമ്പെയ്ത്ത് നല്ല ഉന്നം പിഴയ്ക്കാത്തവനാണെന്നറിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന് ഒരുപാട് ഇഷ്ടമാണ്. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന സ്വഹാബി ഉണ്ടല്ലോ, വല്ലാത്ത ഉന്നമുള്ള ആളായിരുന്നു സഹോദര. സഅദ് ഇബ്നു അബീ വഖാസിന്റെ മുന്നിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്, ലോകത്ത് ഒരാളോടും റസൂലുള്ളാഹി പറയാത്ത പ്രയോഗമാണ്. ഇർമി സഅദ്, ഇർമി സഅദ്. സഅദ് ഉന്നം പിഴയ്ക്കാതെ അമ്പയ്യണേ സഅദേ, ഫിദാക ബി എന്റെ ഉപ്പയും എന്റെ ഉമ്മയും നിനക്ക് ദണ്ഡം സഅദേ. ഉപ്പായെയും ഉമ്മയെയും ചേർത്തുകൊണ്ട് അള്ളാന്റെ ഹബീബ് ഇതുപോലെ ചേർത്ത് പറഞ്ഞ ഒരു പ്രോത്സാഹനം എനിക്ക് മാത്രമാ. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് എന്ന ഖസാം. എന്തിനാണ്? ഈ ഏകാഗ്രതയിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരാൻ, നല്ല ഉന്നം പഠിക്കാൻ, ഷൂട്ടിംഗ് പഠിക്കാൻ. പഴയ കാലത്തൊക്കെ ഒരു വിനോദം എന്നാൽ അതിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ തോന്നിയിരുന്നു. മാവില് കല്ലെറിയാം, അല്ലെങ്കിൽ കല്ലെറിയാം. ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് കല്ലെറിയാം അറിയോ? എറിഞ്ഞു പഠിപ്പിക്കണം എന്നല്ലേ പറഞ്ഞത്? അതൊക്കെ ശരീരത്തിന്റെ ആരോഗ്യ. അങ്ങനെയുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് എനിക്കറിയില്ല, ഈ കുളവും തോടും പുഴയൊക്കെ അടുത്തുള്ളടത്ത് ഇങ്ങനെ അമ്പ് കൊടക്കമ്പിയൊക്കെ വെച്ചിട്ട് അമ്പ് ഉണ്ടാക്കിയിട്ട് ഈ കരിമീനൊക്കെ പിടിക്കുക, അമ്പെയ്ത് പിടിക്കുന്ന മീൻ പിടിക്കുന്ന ഇവിടെയൊക്കെ തോടും വെള്ളമൊക്കെ ഉള്ള അമ്പെയ്ത് മീൻ പിടിക്കാം, ചക്ക പറിക്കാം, ചക്ക ആരപ്പതിന്റെ കൊണ്ടൊക്കെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് ഏകാഗ്രത. എങ്ങനെയാ വേണ്ടത്? കാക്കയുടെ പരിസര നോട്ടം എല്ലാം നിരീക്ഷിക്കാൻ കഴിയണം, ഒബ്സർവ് ചെയ്യാൻ കഴിയണം. നായക്ക് ഉറക്കത്തിലുള്ള ശ്രദ്ധ, ഏകാഗ്രത, ശ്രദ്ധ. പെട്ടെന്ന് എണീക്കണം. ഉറങ്ങിയ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് അവന്റെ ബുദ്ധിയുടെ പരിപൂർണ വളർച്ചയാ പറഞ്ഞത്. കൊക്കിന്റെ ഏകാഗ്രത എന്തൊരു ഏകാഗ്രതയാണ്! കൊക്ക് പാട വരമ്പത്തിരിക്കുമ്പോൾ അല്പാഹാര ജീർണ വസ്തു. വിദ്യാർത്ഥിയുടെ വയറ് നിറയാൻ പാടില്ല. പിന്നെ വലിയ ഭംഗിയുള്ള വസ്ത്ര ലോകത്തേക്ക് പോകാനും പാടില്ല വിദ്യാർത്ഥി. വയറ് നിറയാൻ പാടില്ല. എന്റെ പൊന്നുസ്താദെ, വാക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കൊച്ചു വയറ് നിറയണില്ല, ചോറ് തിന്നണില്ല എന്നുള്ളത് ദ്വാരക്കാനാണ് സാധാരണ വയതിന്റെ സദസ്സിലെ സഹോദരിമാര് തരാം. കൊച്ചു ചോറ് തിന്നണില്ല, അതങ്ങനെ നിറച്ചു കൊടുക്കലാണ് ഉമ്മയുടെ പണി, ഉമ്മയുടെ ഡ്യൂട്ടി അതാണ്. വിദ്യാർത്ഥിയാണെങ്കിൽ കുറച്ച് ക്ഷീണിക്കണം. വിദ്യാർത്ഥികളുടെ അധ്വാനം
ഇപ്പൊ ഈ അടുത്ത ദിവസം ഇമ്പോസിഷൻ എഴുതാൻ ഒരു മിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. 11,000 രൂപയുടെ അതിന്റെ വില. നോക്കിക്കോ, എല്ലാ വീട്ടിലും മേടിക്കും. കണ്ടില്ല, നമ്മുടെ അതേ കൈപ്പടയിൽ തന്നെ ഇമ്പോസിഷൻ എഴുതി തരും ഒരു മിഷൻ. എന്റെ വാപ്പായൊക്കെ രക്ഷപ്പെട്ടല്ലേ ഞാൻ മേടിപ്പിച്ചതെന്ന്. ഇപ്പോഴല്ലേ ഇറങ്ങി നോട്ട്സ് ഒക്കെ എഴുതാൻ മിഷൻ വന്നു. ഒരു പണിയെടുക്കൂല, അതാണ് ഇന്നത്തെ പണി. ഒരു പണിയെടുക്കൂല, അതാണ് ഇന്നത്തെ പണി. എന്നിട്ട് സുബൈ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. എവിടുന്ന്? ബ്രാലത്തുനിന്ന് അസംബരത്തേക്ക് നടക്കും. എന്നിട്ട് ഇങ്ങോട്ട് നടക്കും. അന്നേരം അസ്സലാമു അലൈക്കും പോവാ. എന്നിട്ടൊരു 10-10 ആകുമ്പോ കൊടുങ്ങല്ലൂർ പോയിട്ട് വന്നിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ചും കൂടി വരും. അപ്പൊ ഇപ്പൊ ഈ സുബൈയിട്ട് നടന്നില്ല. നടക്കുന്നത് നല്ലതാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കായികമായി കഴിഞ്ഞതൊന്നും മറന്നു പോകാൻ പാടില്ല. അമ്പെയ്ത്ത് പഠിച്ചിട്ടത് മറന്നാൽ അത് തെറ്റാണെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലതും വിനോദങ്ങളാ. ഞാൻ അങ്ങനെ അത്ഭുതത്തോടു കൂടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പൊറോട്ട അടിക്കുന്നത് എന്തൊരു ഈസി ആയിട്ടാണ്. ആ മൈദയുടെ കഷ്ണം നമ്മുടെ കയ്യിൽ തന്നാൽ എന്താവും? ഒരു ചില കാര്യങ്ങൾ അങ്ങനെ. അതുപോലെ തന്നെ സവാള അരിയുന്നത് എന്ത് പെട്ടെന്നാണ് അരിയുന്നത്. ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഒരു കലാബോധമുണ്ട്. മഹാനായ സ്വഹാബി പ്രമുഖൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, മഹാനായ ജാബിർ ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും മദീനക്കാരാണ്. രണ്ട് ജാബിർ സ്വഹാബികളിൽപ്പെട്ട രണ്ട് ജാബിർ സ്വഹാബിമാര് റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്, ജാബിർ ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. രണ്ടുപേരും കൂടിയിട്ട് ഒരു ലക്ഷ്യം സ്ഥാപിച്ചിട്ട് ആ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ അമ്പെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അമ്പെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഒരു ജാബിറിന് ക്ഷീണം വന്നു. അപ്പൊ ജാബിർ അവിടെ ഇരുന്നു. അപ്പൊ മറ്റേ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ നീ ഇരിക്കുന്നത്? പറഞ്ഞു എനിക്ക് ക്ഷീണാണ്. നിനക്ക് മടിയാ? നിനക്ക് അലസതയാ? അതെ, എനിക്ക് പറ്റണില്ല, എനിക്ക് മടി തോന്നുന്നു. എന്നാ നീ എണീറ്റേ, ഞാൻ ഒരു കാര്യം പറയാം. നീ ഒന്ന് എണീറ്റേ, ഞാൻ കാര്യം പറയാം. എന്താണ്? ഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുല്ലു ശൈഇൻ ലൈസ മിൻ ദിക്രില്ലാഹി ഫഹുവ ലഅബുൻ ലാ യകൂന അർബഅ. അള്ളാഹുവിന്റെ ഓർമ്മയില്ലാതെ, റബ്ബിന്റെ സ്മരണയില്ലാതെ, ദിക്റില്ലാതെ ചെയ്യുന്നത് മുഴുവനും പാഴാണ്. അതൊന്നും അമലല്ല. എന്റെ പ്രിയമുള്ളവരെ, മത്സ്യം നന്നാക്കാൻ വേണ്ടി പിച്ചാത്തി എടുത്തുകൊണ്ട് അതിന് മൂർച്ച വെക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കോ, ഇബാദത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും അള്ളാഹുവിന്റെ ദിക്റോടുകൂടെ ചേർത്ത് ചെയ്താൽ അത് ഇബാദത്താ. പക്ഷെ ദിക്ർ ചൊല്ലാതെയും ഇബാദത്താകുന്ന നാല് കാര്യങ്ങൾ മാത്രമാ സയ്യിദുനാ റസൂലുള്ളാഹി. ദിക്ർ ചൊല്ലാതെയും നമുക്ക് ഇബാദത്താക്കാൻ പറ്റിയ നാല് കാര്യങ്ങളുള്ളൂ. ഒന്നാമത്തേത് മുലാഅബത്തുർ റജുലി ഇംറഅതഹു, ഭാര്യയും ഭർത്താവും തമ്മിൽ കളി വിനോദത്തിൽ ഏർപ്പെടാ. ഷട്ടിൽ കളിക്കാം, ഭാര്യയും ഭർത്താവും, അതിന് അഊദും ബിസ്മിയൊന്നും വേണ്ട, ചെയ്താൽ തന്നെ ഇബാദത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, ഇമാം നസായി അവിടുത്തെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഒരു യാത്രയുടെ വിശ്രമവേളയിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് ഞാൻ ചെന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, നമുക്കൊരു ഓട്ട മത്സരം നടത്താം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്നാൽ ഞാൻ തയ്യാറാം. ഓടാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഒരു കാലടി പിന്നാലെയാക്കി ഞാൻ നബിയേക്കാൾ മുൻകടന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് എന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ആയിഷ, നമുക്കൊരു ഓട്ട മത്സരം നടത്താം. ഫലമ്മാ ഹമൽതു അൽഹിമാ, എനിക്ക് അന്ന് നല്ല വണ്ണം വെച്ചിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ സബഖതുഹു, അന്ന് ഞാൻ മത്സരം നടത്തിയപ്പോൾ ഫസബഖനി, ഹബീബായ നബി തങ്ങളാ വിജയിച്ചത്. എന്താ കാരണം? അന്ന് എനിക്ക് ആയിഷ ബീവി പറഞ്ഞതാണ്. ഇതിന്റെ ഇടയിൽ ഒരു ഹിക്മത്തുണ്ട്. പെണ്ണുങ്ങൾ തോറ്റാ സമ്മതിക്കൂല, അങ്ങനെയൊന്നും സമ്മതിക്കൂല. ആയിഷ റളിയല്ലാഹു അൻഹക്ക് വണ്ണം കൂടി, റസൂലുള്ളാഹിക്ക് പ്രായവും കൂടിയിട്ടുണ്ട്. എന്താ അത് പറയാത്ത? ഈ ആദ്യം തോറ്റു കൊടുത്തതാ, അല്ലെ? എന്താന്ന് അറിയോ?
ആദ്യം തോറ്റു കൊടുത്തില്ലെങ്കിൽ ഈ പാർട്ടി രണ്ടാമത് വരില്ല മത്സരത്തിന്. ആദ്യത്തെ തോക്കലോട് ഞാൻ ഇല്ലേ എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് തോറ്റു കൊടുത്താൽ രണ്ടാമത് വരും. മുസീബത്ത് എങ്ങനെയല്ലെന്ന് ഒഴിഞ്ഞു പോട്ടെ എന്ന് ഓർത്ത് നല്ലതെന്ന് പറയലല്ല. ഒരു മാക്സിമം അതിന് സപ്പോർട്ട് കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചാൽ അവര് നല്ലവരാ. അതിങ്ങനെ വളഞ്ഞിരിക്കുന്ന സാധനം വല്ലാതെ ബലം പിടിക്കാൻ പാടില്ല എന്ന് പുണ്യനബി പൊട്ടിച്ചു കളയേണ്ടി വരും. പൊട്ടിക്കൽ ത്വലാഖാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതില്ലാത്ത സ്ഥലങ്ങളില്ലേ കുറച്ചൊക്കെ ഉണ്ടാവും. അതതിന്റെ ഒരു രസം. അതങ്ങനെ കുറച്ചിങ്ങനെ ഉണ്ടായി വരുമ്പോഴാണ് അതിനുശേഷം ശരിക്കും ഉറച്ചാലാണ് തേമാനം എന്ന് കൂട്ടണ്ട, അതിന് തിളക്കം കൂടുന്ന. ആ ഉറക്കിൽ എല്ലാ സ്ഥലത്തുണ്ട്. അത് ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലുണ്ടായി ഒരിക്കൽ ഇങ്ങനെ ചെറിയൊരു പ്രശ്നം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലൂടെ പോയതാ. അവിടെ വന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷയുമായി റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളുടെ പ്രശ്നം. ന്യായം മുഴുവനും റസൂലുള്ളാഹിയുടെ ഭാഗത്താണ്. ശരിയാ, പെണ്ണുങ്ങൾ അംഗീകരിക്കില്ലല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്താ പ്രശ്നം മോളെ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹിയോട് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നതാണ് സിദ്ദീഖേ പ്രശ്നം എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ ഇല്ലാത്തത് പറയാൻ ശ്രമിക്കല്ലേട്ടോ എന്ന രീതിയിലുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു. ഓടിച്ചെന്നൊരൊറ്റ അടി ആയിഷയുടെ മൂക്കിന് നോക്കി കൊടുത്തു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇല്ലാത്തത് പറയാൻ ശ്രമിക്കല്ലേട്ടോ എന്നൊരു പ്രയോഗം ഹബീബിന്റെ നേരെ ഒരട്ടി കൊണ്ടു. ഇത്തിരി ചോര വന്നു. രണ്ടാമത് അടി വരണതിന് മുമ്പ് ആയിഷ ഓടി പോയി ഹബീബിന്റെ ബാക്കിലിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, പ്രശ്നമൊക്കെ തീർന്നു പോയിക്കോ എന്ന് പറഞ്ഞു. ആയിഷ മൂക്കൊക്കെ പതുക്കെ ഇങ്ങനെ തോണ്ടി നോക്കി, ചോരയൊന്നും വരുന്നില്ല. ആയിഷ എന്തിനും പറ്റിയ മറ്റേ അതിന്റെ ഒരു ആക്ഷൻ, ആ ഒരു ആക്ഷൻ ആ സമയത്ത് ഞാൻ ഇല്ല കൂട്ടില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇനി അടി വരുമ്പോ ഈ പുറകെ തന്നെ വന്ന് നിൽക്കണോട്ടോ. അങ്ങനെയാ. ഒരു ദിവസം റസൂലുള്ളാഹിനെ പിടിച്ചിരുത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിലവിൽ ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യത്തിനും വർധനവ് വേണം. ഞങ്ങളെല്ലാവരും പ്രതിഷേധിക്കാം. എല്ലാവരും ഉണ്ട്. ആയിഷ ബീവിയുണ്ട്, ഹഫ്സ ബീവിയുണ്ട്, സൗദ ബീവിയുണ്ട്, എല്ലാവരും ഉണ്ട്. ശബ്ദം എല്ലാവരും കൂടിയായി നടുക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഴ്ചയിൽ കിട്ടുന്ന സോപ്പ് മണം ഉള്ളത് മണം ഇല്ലാത്തത് 2 എണ്ണം തന്നാൽ പോലെ 3 എണ്ണം ആവണം. അങ്ങനെ അവരുടെ കിട്ടുന്ന ആനുകൂല്യം വർദ്ധിപ്പിക്കലാണ് അവരുടെ ആവശ്യം. അങ്ങനെയാണല്ലോ, കിട്ടിയാലും അവർ പിന്നെയും വർദ്ധിപ്പിക്കും. അങ്ങനെ കൊടുക്കാമെന്ന ധാരണയിലേക്ക് ഇങ്ങനെ സംഭാഷണം എത്തിക്കൊണ്ടിരിക്കാം. പെട്ടെന്ന് പുറത്ത് നിന്ന് വാതിലിൽ ആരോ മുട്ടി. അപ്പൊ ഹബീബ് ചോദിച്ചു, മംബിൽ ബാബ് ആരവാദക്കെ ഫഖാല അന ഉമർ ഇബ്നുൽ ഖത്താബ്. തീർന്നു. ഞാൻ ഉമറാണ് നബിയേ എന്ന് പറഞ്ഞു. ഉമർ എന്ന് കേട്ടതോടുകൂടെ ഈ പെണ്ണുങ്ങളൊക്കെ ഒറ്റ ഓട്ടം കൊടുത്തു. ഹബീബായ നബി തങ്ങൾ ചിരിച്ചുപോയി. ഉമർ എന്ന് കേട്ടതോടുകൂടെ എല്ലാരും ഓടി. ചിലര് മേശയുടെ അടിയിൽ, ചിലര് കസേരയുടെ അടിയിൽ, ചിലര് വലിയ വാർക്കണ കലത്തിന്റെ അടിയിൽ, എല്ലാവരും അവിടെ ഒളിച്ചു. ഉമർ റളിയല്ലാഹു കയറി വന്നു. ഹബീബിന്റെ ചിരി കണ്ടു. അദ്ഹഖല്ലാഹു സുന്നക യാ റസൂലല്ലാഹ്. ആ ചിരി എന്നാ മുഖത്തുണ്ടാവട്ടെ. ഇവിടെ എന്താ പ്രശ്നം? അവിടെ ഒരു പ്രശ്നമില്ല. ഉമറേ, നിന്റെ ശബ്ദം കേട്ടതോടുകൂടെ പെണ്ണുങ്ങൾക്ക് അതിലേലും പോയി. മാ സലക ഉമർ إلا يسلك الشيطان ما سلك عمر فجا يسلك الشيطان إذا سلك عمر فجا يسلك الشيطان فجا آخر أو كما قال رسول الله. ഈ ഉമർ ഒരു വഴിയുടെ ഒരു അരിയത്ത് കയറിയ ആ വഴിയുടെ അങ്ങേയറ്റത്ത് പിശാചുണ്ടെങ്കിൽ പിശാച് ആ വഴി വിട്ട് ഓടി അകലുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ലേശം എല്ലാ വീട്ടിലുണ്ടാവും. ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ അവരെ നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അവര് മനുഷ്യന് സമാധാനം നൽകുന്ന ഒരു വലിയ ഉപകരണമാണെന്ന് ഖുർആൻ. വലിയ സമാധാന ഭാര്യയിൽ നിന്നും ഭർത്താവിനെ കിട്ടാം. എന്റെ വീട്ടിലെ കാര്യമാണ് ഉസ്താദ് പറഞ്ഞ എല്ലാവരും വീട്ടിലെ കാര്യം. അവര് വലിയൊരു സമാധാനത്തിന്റെ ഒരു ഉറവിടമാണ്. അവർക്ക് സമാധാനിപ്പിക്കാൻ കഴിയുന്ന പോലെ ആർക്കും പറ്റില്ല. പെണ്ണിനെ കൊണ്ട് സമാധാനം കിട്ടും ഭർത്താവിന് എന്ന് പരിശുദ്ധ ഖുർആൻ. അതൊരു അത്ഭുതം. അവരുടെ ചില വാക്കുകളായിരിക്കും, ചില നോട്ടങ്ങളായിരിക്കും ഒരു സമാധാനിപ്പിക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നടത്തുന്ന കളി വിനോദങ്ങൾ
അതിന് നിയ്യത്ത് വെക്കണ്ട, അത് ഇബാദത്താണെന്ന് ഖാല റസൂലുള്ളാഹി. രണ്ടാമത്തേത് ഒരാൾ ഒരു കുതിരയെ പരിശീലിപ്പിക്കുന്നു, ഒരു വളർത്തു മൃഗത്തെ പരിശീലിപ്പിക്കുന്നു, അതിന് നിയ്യത്ത് വേണ്ട, അത് ഇബാദത്താ സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത്തേത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് പോകുന്നത് എങ്കിൽ ഈ നടന്നു പോകലിന് അല്ലാഹു നിയ്യത്ത് വെക്കാതെ കൂലി നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നടന്നാണ് പോണെങ്കിൽ അപ്പൊ എന്റെ സഹോദരിമാർക്ക് അത്ര കൂലിയ കിട്ടാം. അവര് വാഷിംഗ് മെഷീന്റെ അടുത്തുനിന്ന് ആ ഗ്യാസ് സ്റ്റവിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് നടക്കും, അവിടുന്ന് പിന്നെ അത് ഓഫ് ചെയ്തിട്ട് പിന്നെ വാർക്കപ്പുറത്തേക്ക് കയറും, അതും നടക്കും. ഇതൊന്നും ഓട്ടോറിക്ഷ വിളിച്ചിട്ടല്ലേ പെരക്കാത്തോടെ നടക്കണം. അപ്പൊ ആര് മുൻവശത്ത് ഒന്ന് ബെല്ലടിച്ചു അവിടേക്ക് നടക്കും. ഈ വീടിന്റെ അകത്തെടുത്ത് ഇങ്ങനെ ഓരോ ആവശ്യങ്ങളുടെ ഇടയിൽ കിടന്ന് നടക്കലിന് നിയ്യത്ത് വെക്കാതെ കൂടി സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ അത് ഇബാദത്തായി. അതിനിതൊക്കെ പറഞ്ഞത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമത്തേത് നീന്തല് പഠിക്കലും പഠിപ്പിക്കലും. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അതിന് ഇബാദത്തിന്റെ കൂലി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഓരോരുത്തരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എങ്ങനെ കൊണ്ടുവന്നെന്നറിയുമോ? മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയാണ്, അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് യാചന നടത്തുകയാ. ഒന്നുമില്ല നബിയെ, തന്നാലും എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. പുണ്യപ്രവാചകനാ സ്വഹാബിയുടെ രൂപഭാവം കണ്ടപ്പോ അത് ഇഷ്ടപ്പെട്ടില്ല. ആരോഗ്യമുണ്ടല്ലോ മോനെ, നിനക്ക് പണിക്ക് പോയിക്കൂടെ എന്നല്ല ചോദിച്ചത്, അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാ ചെയ്തിട്ടുള്ളത്. അത് ബോധ്യപ്പെടുത്തി കൊടുത്തല്ലാതെ കുറ്റം പറയാനല്ല ഉണ്ടായിട്ടുള്ളത്. മോനെ നിനക്കെന്ത് പറ്റി? നിന്റെ വീട്ടിലൊന്നുമില്ലേ? ഒന്നുമില്ല നബിയെ. ഒന്നുകൂടി പറയും മോനെ, നിന്റെ വീട്ടിലൊന്നുമില്ലേ? ഉണ്ട് നബിയെ. ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. എന്താ ഉള്ളത് മോനെ? നീളമുള്ള ഒരു പുതപ്പുണ്ട് നബിയെ, പഴയ പുതപ്പ. അത് രണ്ടായി ഞാൻ മുറിച്ചിട്ടുണ്ട് നബിയെ. ഞാൻ ഇവിടെ നിന്ന് വീട്ടിലേക്ക് ചെന്നാൽ ഉടുത്തു മാറാൻ വേണ്ടി ആ പുതപ്പിന്റെ ഒരു കഷ്ണം ഉപയോഗിക്കുകയാ, മറ്റേ കഷ്ണം ഞാൻ കിടന്നുറങ്ങാൻ നിലത്ത് വിരിക്കാണ് നബിയെ. എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വലിയ പുതപ്പ് രണ്ടായി കീറിയതുമുണ്ട്. അതോടൊപ്പം കുടിക്കാനുള്ള വെള്ളം ഒരു പാത്രത്തിൽ എടുത്തു വെച്ചാൽ അത് ഊറ്റി കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസുമുണ്ട് നബിയേ. ഒരു ഗ്ലാസും ഉണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ പുതപ്പ് രണ്ടായി കീറിയ 2 പീസും ഉണ്ട്. അതുള്ളൂ വീട്ടില്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മോനെ എന്നാൽ അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ. സ്വഹാബി വീട്ടിലേക്ക് പോയി. എന്നിട്ടോ മഹാനായ സ്വഹാബി അത് കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ പുണ്യം ചെയ്ത പരിശുദ്ധ കൈകളിൽ അത് ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് സദസ്സിനോട് ചോദിച്ചു, മയ്യസ്തരി ഹാദൈനി, ആരാ ഇത് വാങ്ങാ? ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ ബിദിർഹമിൻ ആഖുദുഹാ, 1 ദിർഹമാണെങ്കിൽ ഞാൻ വാങ്ങാം നബിയേ. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, 1 ദിർഹമിനേക്കാൾ ആരാ കൂടുതൽ വിളിക്കാനുള്ളത്? ഒരു ലേലം പോലെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ നിന്നും കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, ബിദിർഹമൈനി, 2 ദിർഹം ഞാൻ തരാം നബിയേ. എന്തൊക്കെയാ ഉള്ളത്? ഒരു ഗ്ലാസും ഒരു നീളമുള്ള പുതപ്പ് രണ്ടായി കീറിയ ഒരു പഴയ പുതപ്പുമാണ്. 2 ദിർഹമിനാ സ്വഹാബിക്ക് അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചു പറഞ്ഞു കൊടുക്കുകയാ. മറത്തൈനി, 2 തരം, സലാസ, 3 തരം സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരു പരിപാടി എവിടെയുണ്ട്? 1 തരം, 2 തരം, 3 തരം വഴുതിന്റെ സദസ്സിലുണ്ടാവും. അത് ബർക്കത്തുള്ള ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ ചിട്ടിയൊക്കെ വെക്കണേക്കാളും ബർക്കത്തുണ്ട്. സ്വഹാബി അത് സ്വീകരിച്ചു. 2 ദിർഹം കിട്ടി. ആ 2 ദിർഹം അല്ലാഹുവിന്റെ ഹബീബ് സ്വീകരിച്ചു. മഹാനായ സ്വഹാബിക്ക് റസൂലുള്ളാഹി 2 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇസ്തരി ബി അഹദിഹിമാ തആബാ, 2 ദിർഹമിൽ 1 ദിർഹം കൊണ്ട് നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങി വയറ് നിറച്ച് കഴിക്കാം.
അത് കഴിഞ്ഞ് ഒരു ദിർഹം ബാക്കിയുണ്ടല്ലോ, ആ ദിർഹം കൊണ്ട് നീ അങ്ങാടിയിൽ പോയി ഒരു കോടാലി വാങ്ങിക്കൊണ്ടുവാ മോനെ. അള്ളാന്റെ ഹബീബ് ആ സ്വഹാബിയോട് പറഞ്ഞു കോടാലി വാങ്ങാൻ. ആ സ്വഹാബി പോയി കോടാലി വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോഴേക്കും പുന്നാര പൂമാൻ ഒരു മരത്തടി എടുത്തുകൊണ്ട് അതിന് പിടിയിടാൻ വേണ്ടിയിട്ട് ഒരു തണ്ട് വെട്ടി ഒരു മരത്തിന്റെ പിടിവിടാൻ വേണ്ടി കൂർപ്പിച്ചു വെച്ചു, മിനുസപ്പെടുത്തി വെച്ചു. ആ സ്വഹാബി കോടാലിയുമായി വന്നപ്പോൾ ഹബീബായ നബി തങ്ങൾ പുന്നാര നബിയുടെ കൈ കൊണ്ട് തന്നെ ആ കോടാലിക്ക് പിടിയിട്ട് കൊടുത്തു. സയ്യിദുനാ റസൂലുള്ളാഹി. സാമ്പത്തിക ഭദ്രത ഒരു സമൂഹത്തിന് വേണം. ജോലിക്ക് പോവേണ്ടവർ പോവണം, പോവാതെ പറ്റൂല. അവിടെയും മാതൃകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അത് പറ്റൂല. ഈ 2 മണിയും കൂടി എന്നെ ഏൽപ്പിക്കരുത്. ഒന്നുകിൽ നിങ്ങൾ ആധാരം എഴുതണം, ഞാൻ ഒപ്പിടാം. അല്ലെ ഞാൻ ആധാരം എഴുതാം, നിങ്ങൾ ഒപ്പിടാം. ആധാരം എഴുതണം, ഒപ്പിടലും കൂടിയിട്ട് എന്നെ ഏൽപ്പിക്കരുത്. ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വഹാബിയോട് പറഞ്ഞു, മോനെ നീ കാട്ടിലേക്ക് പോവാ, ഇനി നിന്നെ ഞാൻ കാണരുത്. വല അറാക 15 യൗമ, 15 ദിവസത്തേക്ക് മദീനത്ത് നിന്നെ കണ്ടുപോവല്ല മോനെ. 15 ദിവസം കഴിഞ്ഞ് നീ വരാവോ. കോടാലിമായി പോയി വനാന്തരങ്ങളിൽ നിന്നും വിറക് വെട്ടി ശേഖരിച്ച് തൊട്ടടുത്ത അങ്ങാടിയിൽ കൊണ്ടുപോയി കെട്ടുവിറകുകൾ വിൽക്കാം. 15 ദിവസം പൂർണ്ണമായി 16ന്റെ അന്ന് തിരിച്ചു വരണേ. സ്വഹാബി 16 ദിവസത്തെ 16ാമത്തെ ദിവസം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വരുമ്പോൾ മഹാനവറുകൾ ഫഖദ് അസാബ 10 ദറാഹിമ, 10 ദിർഹമിന്റെ സമ്പാദ്യവുമായാ വരുന്നത്. 10 ദിർഹം അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ പുന്നാര നബി തങ്ങൾ ആ സ്വഹാബിയുടെ മുഖത്ത് നോക്കി, ശരീരത്തിന്റെ വസ്ത്രരൂപങ്ങളിലേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു സ്തരി ബിബഅദിഹാ തുആമ വബിബഅദിഹാ തൗബ. ഖാല റസൂലുള്ളാഹി, കുറച്ച് പണം എടുത്തുകൊണ്ട് നീ നല്ലൊരു വസ്ത്രം വാങ്ങുമോനെ, നിന്റെ കുടുംബത്തിന് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുമോനെ. കുറച്ച് പണം എടുത്തുകൊണ്ട് നീ ആവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങൾ കുടുംബത്തിന് മേടിച്ചു വെക്കുമോനെ. ഇങ്ങനെ എല്ലാ ഇടങ്ങളിലും അവിടെ ഇടപെടാൻ യാചന പാടില്ല. എവിടെ ഇടപെടാത്തത്? ലോകത്തിന്റെ ഗുരുനാഥനല്ലേ. എല്ലാരും അടുത്തേക്ക് വന്ന് ഏത് വിഷയത്തിനും അവിടെ ചെന്നാൽ പരിഹാര. അകന്നു പോയി നിന്നില്ല എന്തും പറയാ. അതല്ലേ മഹാനായ മാഇസ് വന്നുകൊണ്ട് പറഞ്ഞത്, നബിയേ ഞാൻ വ്യഭിചരിച്ചു, വിവാഹിതൻ വ്യഭിചരിച്ചെന്ന് വന്ന് പറഞ്ഞത് കുറ്റസമ്മതമാ. ശിക്ഷ ഇവിടെ സുതാര്യമായ എല്ലാവർക്കും അറിയാം. ആ നിയമം എറിഞ്ഞു കൊല്ല എന്നതാ. എന്നാലും അത് പറഞ്ഞിട്ട് ഹബീബിന്റെ നേതൃത്വത്തിലുള്ള ഏറ് കൊണ്ട് മരിക്കുമ്പോൾ അതിനൊരു വലിയ പദവിയുണ്ടല്ലോ, തൃപ്തിയുണ്ടല്ലോ. മാഇസിനെ എറിഞ്ഞു കൊന്നുവെന്ന ചരിത്രം സ്വഹീഹ് മുസ്ലിമിലുണ്ട് ഹദീസ്. 6 പ്രാവശ്യം നിയമത്തിന്റെ ആനുകൂല്യത്തിന്റെ പഴുത് കാണിക്കാൻ പ്രവാചക പുങ്കവര് മെനക്കെട്ടിരുന്നു. 6 പ്രാവശ്യവും മാഇസ് അത് വേണ്ടാന്ന് വെച്ചിരുന്നു. മാഇസിനെ കല്ലെറിഞ്ഞ കൂട്ടത്തിൽ ആരോ ഒരാള് ചെരുപ്പ് വെച്ച് എറിഞ്ഞെന്നറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം വാടി. കുറ്റസമ്മതം കൊണ്ട് തൗബയുടെ ഏറ്റവും വലിയ പരിപൂർണതയിലെത്തിയ എന്റെ മാഇസ് സ്വർഗാവകാശിയാ. എന്റെ മാഇസിന്റെ തൗബയെ ഇവിടെ നിന്ന് വഹിച്ചു കൊണ്ടുപോവാൻ കഴിയാതെ മാലാഖമാർ മലായികത്തുകൾ പ്രയാസപ്പെടുന്നത് ഞാൻ കാണുന്നു. റസൂലുള്ളാഹി. എല്ലാം പറയാൻ എവിടെയുണ്ട്? എല്ലാം പറയാൻ അതൊരു തണലായിരുന്നു. പെരുത്തു നൂറ്റാണ്ടുകൾ കിടക്കലൊരിക്കലി മരുപ്പറമ്പാമുലകത്തിലീശ്വരൻ നടുന്നു വൃക്ഷത്തെ തടിക്കു പാന്തരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി ഹൂവൽ ഹബീബുല്ലദി തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലിൽ മുഖ്തഹിമി. ഉറക്കെ മൗലായ സല്ലി വസൽ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാവർക്കും എല്ലാം പറയാൻ ഒരു അവസരമായി ഒരു തുറന്നിട്ട കവാടം പോലെ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിയുത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബ് ലൗ ഫളൂ മിൻ ഹൗലിക
ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. പരിശുദ്ധ ഖുർആൻ. അങ്ങൊരു പരുപരുക്ക സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ, അങ്ങൊരു കഠിന മനസ്കനായിരുന്നുവെങ്കിൽ നബിയേ അങ്ങയുടെ മുന്നിലേക്കാരും വരുമായിരുന്നില്ല നബിയേ. അങ്ങ് കാരുണ്യത്തിന്റെ സങ്കേതമല്ല നബിയേ. അങ്ങ് സമാധാനം പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമവാക്യമല്ല നബിയേ. അങ്ങ് കാരുണ്യവാൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാരും അങ്ങനെയാ പറഞ്ഞത്. എല്ലാരും അങ്ങനെയാ പറഞ്ഞത്. BC 567 ജനിച്ച് BC 483 മരണപ്പെട്ടു എന്ന് പറയുന്ന സുതാര്യമായ ചരിത്രമുള്ള ഭഗവാൻ ശ്രീബുദ്ധൻ പോലും പറഞ്ഞതെന്താ? ഞാൻ ആദ്യത്തെ ബുദ്ധനല്ല, ഞാൻ അവസാനത്തെ ബുദ്ധനല്ല. എന്റെ ശേഷം ഒരു മൈത്രിയാൻ എന്ന് പറയുന്ന ബുദ്ധൻ വരാനുണ്ട്. ആ ബുദ്ധൻ വന്നാൽ ഈ ഭൂമി മുഴുവൻ പ്രകാശം നിറക്കും. ആ ബുദ്ധന്റെ പേര് മൈത്രിയാൻ. മൈത്രിയാൻ എന്ന വാക്ക് പാലി ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് പദമാറ്റം ചെയ്താൽ അതിനർത്ഥം കാരുണ്യവാൻ. കാരുണ്യവാൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, കരുണ വേണം മുഅ്മിനെ. ഇടപെടുന്നോടത്ത് എപ്പോഴും ഒരു സന്മനസ് വേണം. ഒരു ആക്സിഡന്റ് മുന്നിൽ കണ്ടാൽ കൈയൊഴിഞ്ഞു പോവാൻ നമുക്ക് കഴിയൂല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ അങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ളത്. ക്ഷേമാന്വേഷണം വേണം. മതം പോലും പറഞ്ഞിട്ടില്ല. അപ്പുറത്ത് താമസിക്കുന്നവന്റെ കൂരക്കകത്ത് പട്ടിണിയാണെങ്കിൽ നിന്റെ അടുപ്പിൽ പുകയുണ്ടാകുമ്പോൾ, നിന്റെ അടുപ്പിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഒരു വിഹിതം ആ വീട്ടുകാരുടെ അവകാശമാ. നബി മുഹമ്മദ് മുസ്തഫ സ്വഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞല്ലോ. ഇമാം ഗസാലിയുടെ മുഖാസഫയിൽ കാണാം ഹദീസ്, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ റഹീം. കരുണയില്ലാത്തവൻ സ്വർഗ്ഗത്തിലേക്കില്ല. സന്മനസ്സില്ലാത്തവൻ, അനുകമ്പയില്ലാത്തവൻ, ഹൃദയത്തിന്റെ അകത്ത് ആർദ്രഭാവമില്ലാത്തവൻ സ്വർഗ്ഗത്തിലേക്കില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹാബത്ത് അമ്പരന്ന് പോയി. യാ റസൂലല്ലാഹ്, കുല്ലുനാ റഹീം. ഞങ്ങൾക്കൊക്കെ കരുണയുണ്ടല്ലോ നബിയെ, ഞങ്ങൾക്കൊക്കെ മനസ്സിൽ അലിവുണ്ടല്ലോ നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലൈസർ റഹീമു മൻ യർഹമു നഫ്സഹു ഖസാ. സ്വന്തം കാര്യത്തിന് മാത്രം പ്രകടിപ്പിക്കുന്ന, മനുഷ്യർക്കിടയിൽ കുടുംബത്തിനിടയിൽ മാത്രം പ്രകടിപ്പിക്കുന്ന കരുണയല്ല. കരുണ എന്ന് പറഞ്ഞാൽ സർവ്വലോകത്തിനും കരുണയാ. വയർഹമുൽ ബഹായിമ. നാൽക്കാലി മൃഗങ്ങളോട് പോലും കരുണ വേണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാവരോടും കരുണ വേണേ, എല്ലാവരോടും കരുണ വേണേ എന്ന് പറയുമ്പോൾ ഓർത്തു പോവാ മഹാനായ ശൈഖ് റിഫാഈ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മുഗല്ലദായ നജസാണല്ലോ നായ. അതിന്റെ കഴുത്തിന്റെ ഭാഗത്തൊരു വ്രണമുണ്ടായി, ചീഞ്ഞളിഞ്ഞ രീതിയിൽ ദുർഗന്ധത്തോടുകൂടെ എല്ലാരും കല്ലെറിഞ്ഞ് ഓടിക്കുമ്പോൾ മുഗല്ലദായ നജസാണെങ്കിലും കഴുകിക്കളഞ്ഞാൽ ശുദ്ധിയാക്കാമെന്ന മസല ഉണ്ടല്ലോ. മഹാനായ ശൈഖ് റിഫാഈ തങ്ങളുണ്ടല്ലോ, ആ നായയുടെ കഴുത്തിലെ ചീഞ്ഞളിഞ്ഞ വ്രണത്തിന്റെ അകത്തേക്ക് മഹാനവറുകളുടെ ഏറ്റവും വിലപ്പെട്ട സമയത്തിന്റെ മുഖ്യഭാഗം മാറ്റിവെച്ച് അതിൽ ശുശ്രൂഷ നടത്തി മരുന്ന് വെച്ച് കെട്ടിയിട്ട് ശുദ്ധി വരുത്തി നിസ്കാരത്തിന് കൃത്യമായി വരുന്ന ചരിത്രം കാണാം. നാൽക്കാലികളോട് കരുണ വേണേ. പശുവിനെ കറക്കാൻ പോകുന്നവന്റെ കയ്യിന്റെ നഖം മുറിക്കാതെ അവൻ കൃത്യമായി അത് ശ്രദ്ധിക്കാതെ പോയി നഖം വളർത്തിയിട്ട് പശുവിന്റെ അകിടിൽ പിടിക്കുന്നവനെ അത് അപരാധമാ. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിനോട് ഒരു കഥ പറയാ. ഇസ്രായേലി സമൂഹത്തിലെ ഒരു വ്യക്തി ആണാണ് എന്നും പെണ്ണാണെന്നും രണ്ടും ഹദീസിലുണ്ട്. ദാഹിച്ച് വലഞ്ഞു വരുന്നത്, വേശ്യാവൃത്തി കഴിഞ്ഞു വരുന്നു, അല്ലെങ്കിൽ വ്യഭിചാരം കഴിഞ്ഞു വരുന്നു. ആ സമയത്ത് ദാഹം തീർക്കാൻ ഒരു കിണറിന്റെ ഓരത്ത് നിന്ന് വെള്ളം കോരി കുടിച്ചപ്പോ ആ കിണറിന്റെ പരിസരത്ത് നിന്ന് നാവ് തൂക്കിയിട്ടുകൊണ്ട് വെള്ളം കിട്ടാതെ ദാഹത്തോട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന വട്ടമിടുന്ന ഒരു നായയെ കണ്ടപ്പോ ആ നായക്ക് കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി ഇട്ടിരിക്കുന്ന ഷൂസിൽ വള്ളി കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി കോരിയെടുത്തുകൊണ്ട് നായക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോ വ്യഭിചാരം കഴിഞ്ഞു വരുന്നവന്റെ അപരാധം അല്ലാഹു പുറത്തു. ആ ഖൽബിന്റെ അകത്തേക്ക് അല്ലാഹു ഈമാന്റെ വെളിച്ചം കൊടുത്തു. അയാൾ പിന്നീട് കലിമ ചൊല്ലി ഇസ്ലാമിൽ വന്നു. ആ മനുഷ്യൻ സ്വർഗാവകാശിയാണെന്ന കഥ പറഞ്ഞു കൊടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി.
ആരവങ്ങളുമായി ഹിജ്റയുടെ ഏറ്റവും തീഷ്ണമായ ത്യാഗങ്ങൾ സഹിച്ച് മക്കം ഫതഹിന്റെ ഏറ്റവും സന്തോഷമൂർധന്യാവസ്ഥയിൽ ആഘോഷത്തിന്റെ ആരവങ്ങളുമായി സ്വഹാബത്ത് ചീറിപ്പാഞ്ഞു പോകുമ്പോ മക്ക ഫതഹായി മക്കയിലേക്ക് പോകുന്ന സ്വഹാബ അല്ലാഹുവിന്റെ ഹബീബ് പിന്നിലാ, സ്വഹാബത്ത് സന്തോഷ പ്രകടനം കൊണ്ട് മുന്നിലാ. റിസാലത്തിന്റെ കണ്ണുകൊണ്ട് മുഅ്ജിസത്തിന്റെ കണ്ണുകൊണ്ട് മുന്നിൽ പോകുന്ന സ്വഹാബിയെ പിന്നിൽ നിന്നും പിടിച്ചു നിർത്താ. കാരണം അള്ളാന്റെ ഹബീബിന്റെ കണ്ണുകൊണ്ട് ഒരു കാഴ്ച കണ്ടു. ആ വഴിയിലേക്ക് തണല് വിരിച്ചു നിൽക്കുന്ന പാറയുടെ ചുവട്ടിലുണ്ടല്ലോ ഒരു നായ പ്രസവിച്ച് കിടക്കാ. അതിന്റെ കുഞ്ഞിളം പ്രായക്കാരായ ആ ചെറിയ നായ്ക്കുട്ടികൾ അതിലൂടെ തട്ടിക്കളിക്കുമ്പോ മുന്നിൽ പോയ സ്വഹാബിയെ പിടിച്ചു നിർത്താൻ പിന്നിൽ നിന്നും നിർദ്ദേശം കൊടുത്തു. പൊന്നുമോനെ, നീ അതിശീഘ്രം നിന്റെ കുതിരയെ പായിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന്റെ പരുപരുത്ത കുളമ്പടിയിൽ നിന്നും തെറിച്ചു വീഴുന്ന ചിതറി വീഴുന്ന മണൽത്തരികൾ ആ നായ്ക്കുട്ടികളുടെ ശരീരത്തിൽ വീണാൽ അതുപോലും അപരാധമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു കണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ അയാളുടെ ആടിന്റെ ചെവിക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോവാ. റസൂലുള്ളാഹിക്ക് ഇഷ്ടമായില്ല. ഹബീബായ നബി തങ്ങളുടെ മുഖം ചുവന്നു, കണ്ണുകളിൽ നിന്നും തീ പാറാൻ തുടങ്ങി. സകാരത്തിന്റെ ഭാഷയിൽ ഗൗരവം സുരിക്കുന്ന മുഖഭാവത്തോടുകൂടെ ആ മനുഷ്യന്റെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് പുണ്യപൂമാൻ പറഞ്ഞു, വിടടാ ആടിന്റെ ചെവിയിൽ നിന്നും, അതിന്റെ കഴുത്തില് വട്ടയും കയറുമില്ലേ, അതിൽ പിടിച്ചാൽ പോരടാ. നബി മുഹമ്മദ് മുസ്തഫ. ഒട്ടകം, ഹബീബായ പ്രവാചകൻ കാണാൻ ഒരു ഒട്ടകം മെലിഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ മുതുകും വയറും ഒട്ടിയ പോലെ വളഞ്ഞു പോയ ഒട്ടകത്തെ കണ്ടുകൊണ്ട് അള്ളാന്റെ ഹബീബ് അതിന്റെ ഉടമസ്ഥനെ വിളിച്ചു വരുത്താ. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഈ ഹദീസ് കാണാം. പുണ്യപൂമാൻ അയാളെ വിളിച്ചു വരുത്തിയിട്ട് താക്കീത് കൊടുക്കാ, പടച്ചോനെ പേടിക്കണോട്ടോ, പടച്ചവനെ പേടിക്കണോട്ടോ. ഫീ ഹാദിഹിൽ ബഹാഇമിൽ മുഅ്ജമാ, ഈ മിണ്ടാ പ്രാണികളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ പേടിക്കണേ, പേടിക്കണേ. നബി മുഹമ്മദ് മുസ്തഫ. ഫർകബൂഹാ സാലിഹ, നന്നായി കൊണ്ട് നടക്കാൻ പറ്റിയാൽ നിനക്കത് ഉപയോഗിക്കാവുന്ന വാഹനമല്ലേ. അതിന് പറ്റുന്നില്ലെങ്കിൽ വതറകൂഹാ സാലിഹ, കെട്ടഴിച്ച് വിട്ടോ. നബി മുഹമ്മദ് മുസ്തഫ എല്ലാവരോടും കരുണയായിരുന്നു. മഹാനായ ഹബീബായ നബി തങ്ങൾ ഖൈബറിലേക്ക് പോവാ, യുദ്ധത്തിന് പോവാ. എല്ലാവരും ആലോചിച്ച് എന്തിനാണ് ഈ സമയത്ത് ഹബീബായ പ്രവാചകന്റെ പ്രഖ്യാപനം, അള്ളാഹുവിന്റെ ഹബീബിന്റെ യുദ്ധ പ്രഖ്യാപനത്തെ ഏറ്റെടുത്ത് സ്വഹാബത്ത് ഗൗരവം അറിഞ്ഞു. ഗൗരവം അറിഞ്ഞവർ അറിയാത്തവർ അറിയിച്ചു. അനിവാര്യമായ ഘട്ടമാണിത്, സത്യത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പ. യുദ്ധപാഠമുള്ള സ്വഹാബത്ത് ആയുധങ്ങളുമായി മുന്നിൽ നിൽക്കുമ്പോ യുദ്ധം ചെയ്യാൻ അറിയാത്ത നാട്ടിൻ പുറത്തുകാരനായ ഒരു സ്വഹാബിയും വൈകിയാ അറിഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബ് യുദ്ധത്തിന് പോകുമ്പോൾ ആ സൈന്യത്തിൽ ഒന്നുകൂടി ഷഹീദാവാൻ ആ മഹാനായ സ്വഹാബി വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മോനെ നീ എവിടേക്കാ പോകുന്നത്? നബിയേ, എനിക്ക് യുദ്ധത്തിന് പോകണം. നിനക്ക് യുദ്ധത്തിന്റെ ചുവടുവെപ്പുകൾ അറിയുമോ? രണാങ്കണത്തിന്റെ നിയമങ്ങൾ അറിയുമോ? ശത്രുവിന്റെ ചുവടുവെപ്പിന്റെ തന്ത്രങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാനുള്ള യുദ്ധപാഠവുമുണ്ടോ? ഇല്ല നബിയേ, ശത്രുവിന്റെ കയ്യിലുള്ള ആയുധത്തിന്റെ തിളക്കം എന്റെ കണ്ണിലടിച്ചാൽ അത് കൈകൊണ്ട് പൊത്തിപ്പിടിക്കാനല്ലാതെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ സ്വഹാബിയോട് പറഞ്ഞു, ആഗ്രഹിച്ചു വന്നതല്ലേ, എന്നാലും നീ നിരാശപ്പെടണ്ട. ഈ പോകുന്ന സ്വഹാബത്തിന്റെ കൂടെ കൂടിക്കോ. അവരൊക്കെ കൊണ്ടുപോകുന്ന അവരുടെ വാഹനമാകുന്ന ഒട്ടകത്തെ തീറ്റാനും അതിന് വെള്ളം കൊടുക്കാനും വേണ്ടി മലഞ്ചെരിവിലേക്ക് യുദ്ധത്തിന്റെ വിശ്രമവേളയിൽ നീ പോവാ. നീ യുദ്ധക്കളത്തിൽ ഇറങ്ങണ്ട മോനെ, നീ രക്തസാക്ഷികളുടെ പട്ടികയിലുണ്ടെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലേ കേൾക്കാൻ, അനുസരിക്കാൻ സ്വഹാബി തീരുമാനിച്ചു. അങ്ങനെ ഖൈബർ വിജയിച്ചു. ആ സ്വഹാബി ഒട്ടകത്തെ മേച്ചുകൊണ്ടിരിക്കുക. അവിടെ ഖൈബറിലെ വിജയം കഴിഞ്ഞ് അവിടുന്ന് സ്വഹാബത്തിന് കിട്ടിയ ഗനീമത്തിന്റെ ഒരു പൊതി, ഗനീമത്ത് സ്വത്ത് യുദ്ധാർജിത മുതലിന്റെ ഒരു പൊതി ഈ ഒട്ടകത്തെ മേക്കുന്ന പാവപ്പെട്ട സ്വഹാബിക്കും കൊടുക്കാൻ മുത്തുനബി പറഞ്ഞു. ഒട്ടകത്തെ മേച്ചുകൊണ്ടിരിക്കുന്നിടത്തിലേക്ക് ഒരു സ്വഹാബി ഇത് കൊണ്ടുവന്ന് കൊടുത്തു. ആ പൊതി അങ്ങനെ തന്നെ സ്വീകരിച്ചു. അതിൽ ചുടുചുംബനം കൊടുത്തു. എന്റെ ഹബീബ് തിന്നതല്ലേ,
എന്റെ ഹബീബ് തന്നതല്ലേ. അങ്ങനെ സഹോദര, ചില കാഴ്ചകൾ നമ്മൾ അത്ഭുതപ്പെടുത്താം. ഹബീബ് കൊടുത്തു വെച്ച പൊതി അതിന് വലിയ ആദരവോടും കൂടെ ആ സ്വഹാബി സ്വീകരിച്ചു. എന്നിട്ട് അതുമായി ഇതിനു വേണ്ടിയിട്ടല്ല നബിയെ ഞാൻ യുദ്ധത്തിന് വന്നത്, ഞാൻ വന്നത് ഷഹീദാവാൻ ആഗ്രഹിച്ച എന്നാ പറഞ്ഞത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ആ ഹബീബില്ലാതെ പറ്റൂല. ഈ ഹബീബ് നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിന്റെ നിഖില നിമിഷങ്ങളിലും കടന്നു വന്ന് ജീവിതത്തെ സംസ്കരിച്ച് ആഖിറത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് വേണം. അവിടെ നമ്മുടെ വാപ്പ കൈയൊഴിയുന്ന രംഗമാ, അവിടെ നമ്മുടെ ഉമ്മ കൈയൊഴിയുന്ന രംഗമാ. അന്ത ഉമ്മുൻ അം അബൂ മറഅയ്നാ ഫീഹിമാ മിഥ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മയും ഉപ്പയും ആയോരേ പോരാമവരിലും ഇതുപോലെ ഞങ്ങൾ കണ്ടില്ല ഗുണമേറെ. സയ്യിദി ഖൈറൻ നബി. അല്ലാഹ് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി. 15 ദിവസം വയ്യേ, 15 ദിവസമായിട്ടും അല്ലാഹുവിന്റെ ഹബീബിന് വഹി വരുന്നില്ല. ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാർ പരിഹസിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബിനെ വദ്ദഅഹു റബ്ബുഹു, റബ്ബ് പോലും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ 15 ദിവസത്തിനു ശേഷം വഹി ഇറങ്ങുകയാണ്. നസലൽ നബീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഓതി കൊടുക്കുകയാ. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. സുദീർഘമായ ആയത്തുകൾ ഓതിക്കൊടുക്ക. അല്ലാഹു അങ്ങേ ഉപേക്ഷിച്ചിട്ടില്ല നബിയേ. ആ അധ്യായം അവസാനിക്കുകയാ. വലസൗഫ യുഅതീക റബ്ബുക ഫത്തർലാ. നബിയേ, നാളെ പരലോകത്തേക്ക് വരുമ്പോ അങ്ങേക്ക് റബ്ബ് ഒരുപാട് സമ്മാനങ്ങൾ തരും നബിയേ. ഫത്തർലാ. അപ്പ അങ്ങേക്ക് വല്ലാത്ത തൃപ്തി ഉണ്ടാകും നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം വഹയിന്റെ അമരധ്വനികൾ ഓതിക്കൊടുക്കുമ്പോൾ ഫഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി. ജിബ്രീൽ പറയാണ്, നാളെ പരലോകത്ത് അങ്ങേക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുമ്പോൾ അങ്ങേക്ക് ഒരുപാട് തൃപ്തി വരും നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ജിബ്രീലേ, ഇതല്ലാ അർളാ, എനിക്ക് അന്നേരം തൃപ്തി ഉണ്ടാവണമെങ്കിൽ വാഹിദൻ മിൻ ഉമ്മത്തി ഫിന്നാർ, ഒരാൾ പോലും എന്റെ സമുദായത്തിൽ നരകത്തിലല്ലെന്ന ഉറപ്പ് വേണം ജിബ്രീൽ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചിന്തയും വിചാരവും നമ്മളിൽ ആരും നരകത്തിൽ പോവരുതെന്നാ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പൂമെത്തയിലിട്ട് നമ്മെ പുന്നാരിക്കാനാ. നമ്മുടെ വാപ്പ കൈയൊഴിയുന്ന മഹ്ശറയില് അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ കൂടെ ഉണ്ടാകും. ഉമ്മ കൈയൊഴിയുന്ന മഹ്ശറയില് ഉമ്മാന്റെ മുന്നിലേക്ക് മകൻ ചെന്നുകൊണ്ട് ചോദിക്കുമല്ലോ, ഉമ്മ. ഇബ്നു കസീർ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം പറയുന്നോടത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഉമ്മ ചൊല്ലിക്കൂട്ടിയ അദ്കാറുകളിൽ നിന്നും ഒരു സുബ്ഹാനല്ലാഹ് തന്നാൽ ഉമ്മ ഞാൻ രക്ഷപ്പെടുമെന്ന് മകൻ സങ്കടത്തോടു കൂടെ പറയുമ്പോൾ മാതൃത്വത്തിന്റെ സ്നേഹം അവിടെ അണച്ചു പിടിക്കലും സ്നേഹപ്രകടനങ്ങളും കാണിക്കുന്നതിനോടൊപ്പം തന്നെ മകനെ ഉപേക്ഷിച്ചുകൊണ്ട് പറയും, സാധ്യമല്ല മോനെ.
അവിടെ ചേർത്ത് പിടിക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും. സ്വന്തം ശരീരത്തെക്കാളും നമുക്ക് പ്രാധാന്യം നമ്മുടെ ശരീരത്തിന്റെ അംശം, ജീവന്റെ തുടിപ്പ് മുഹമ്മദ് മുസ്തഫ അവസാനിപ്പിക്കുകയാ. നമുക്ക് ഇത് വേണം, നിർബന്ധ. ഇബ്നു കസീറിന്റെ തഫ്സീർ അദ്ദേഹം പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മുത്തനബി സർവ്വലോകത്തിന്റെ റഹ്മത്താണ് എന്ന് പറഞ്ഞ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഇബ്നു കസീറിന്റെ തഫ്സീർ കേട്ടോളൂ. ഫമൻ ഖബില ഹാദിഹി റഹ്മ, അല്ലാഹുവിന്റെ ഹബീബ് എന്ന ഈ റഹ്മത്തിനെ ആര് സ്വീകരിച്ചുവോ സഈദ ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വീകരിക്കണം. എവിടെയൊക്കെ സ്വീകരിക്കണം? നമ്മൾ ഇടപെടുന്ന എല്ലാ ഇടങ്ങളിലും ഈ നബി വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കത്തിലും ഉണർവിലും എല്ലാ നേരത്തും സ്വലാത്തിന്റെ അമരധ്വനികൾ, ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളിലും വ്യവസ്ഥകളിൽ മുത്തുനബിയോടുള്ള സ്നേഹം ഹൃദയത്തെ കീഴടക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ആദ്യ പടിയ സ്വലാത്തിന്റെ അമരധ്വനികൾ നാവിൽ നിറഞ്ഞു നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് വേണം. സ്വലാത്തില്ലാതെ പറ്റൂല. സ്വലാത്ത് കൊണ്ട് ഖൽബ് കഴുകണം. സ്വലാത്ത് ഏത് ഇബാദത്തും അല്ലാഹു പരിഗണിക്കുന്നതിന് ഒരുപാട് നിബന്ധനയുണ്ട്. സ്വലാത്തിനതില്ല. അത് ഏത് അവസ്ഥയിലും ചൊല്ലാം. ഒരു മനുഷ്യൻ സ്വലാത്ത് വിട്ടാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയാ വിടുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴി അവൻ ഉപേക്ഷിക്കുക. സ്വലാത്ത് ഒഴിവാകുന്ന ഒരു ഇടവും നമുക്ക് കാണാനല്ല. എവിടെയുണ്ട്? മയ്യിത്ത് നിസ്കാരം സുജൂദില്ല. ഫർദ് നിസ്കാര സുജൂദ് പോലും ഒഴിവാക്കി. പക്ഷെ അതിന്റെ അഞ്ചാമത്തെ ഫർദ് നമാസ് में अज़म में कलिम में और अर्श पर हर चा खुदा ने नाम तेरा नाम से अपना मिलाया है. നിസ്കാരത്തിന്റെ അകത്ത് മുഹമ്മദ് മുസ്തഫ ഒഴിവാകുന്നില്ല. മുഅ്മിനെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് നമുക്ക് ഒഴിവല്ല. മഹ്ശറയുടെ കൊടും ചൂട്, അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ, കട്ടിച്ചമ്പിന്റെ തറ വെട്ടിപ്പഴുക്കുന്ന നേരം, മനുഷ്യർ വിയർപ്പിൽ മുങ്ങിത്താഴുന്ന നേരം, അല്ലാഹുവിന്റെ തൗറാത്തിൽ മഹാനായ മൂസാ നബി കാണാ മഹ്ശറയെ വർണ്ണിക്കുന്ന ഭയവിഹുലമായ അവസ്ഥയെ വായിക്കുമ്പോ മനതകം തിങ്ങി നിൽക്കുന്ന ഭയമുണ്ടല്ലോ. കണ്ണുനീര് പൊഴിച്ചു വീഴുന്ന പോലെ മൂസാ നബി ഗദ്ഗദത്തോടുകൂടെ അല്ലാഹുവോട് ചോദിക്കാ, തമ്പുരാനെ മഹ്ശറ ഭീകരമാ, മഹ്ശറ പേടിയാ അല്ലാഹ്. പടച്ചോനെ, ആ മഹ്ശറയിൽ ദാഹമുണ്ടാവൂലോ അല്ലാഹ്. മഹ്ശറയിൽ ദാഹമില്ലാതിരിക്കാൻ, മഹ്ശറയിൽ ദാഹമില്ലാതിരിക്കാൻ എന്തെങ്കിലും ഒരു മുൻകരുതലുണ്ടോ അല്ലാഹ്? കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ചോദിക്കുമ്പോ അല്ലാഹു പറയാ മൂസാ നബിയോട്, പരിശുദ്ധ ഖുർആനിന്റെ 124 ആയത്തുകളിൽ 136 പ്രാവശ്യം ഖുർആൻ പേര് പറഞ്ഞ മഹാനായ മാനവകുലം കണ്ട മൂന്നാമത്തെ മഹാനോട് അല്ലാഹു പറയാ, മഹ്ശറയിലെ ദാഹമില്ലാതിരിക്കാൻ, മഹ്ശറ എളുപ്പമാവാൻ, ഖബർ എളുപ്പമാവാൻ, ഹിസാബ് എളുപ്പമാവാൻ, സിറാത്ത് എളുപ്പമാവാൻ, മഹ്ശറയിലെ ദാഹമില്ലാതാവാൻ മൂസാ നബിയേ അങ്ങ് ചൊല്ലിക്കോ സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വർഗം കൊടുക്കാം മുഴുവനും മഹറിന് എന്നാദ്യമായ ആദം നബി പറഞ്ഞന്ന്. അപ്പോൾ പറഞ്ഞല്ലാഹു അതിലും കൂടുതൽ വേണം സ്വലാത്ത മഹർ മുത്ത് മുഹമ്മദിൽ. ഓർത്തൊന്നു നോക്ക് സ്വലാത്തിനുള്ളൊരു ശ്രേഷ്ഠത, സ്വർഗത്തിനേക്കാൾ വിലപിടിപ്പതിനുള്ളതാ. ഉറക്കെ സല്ലല്ലാഹു. നമുക്ക് ഈ പ്രഭാഷണം കൊണ്ട് ഒരു നേട്ടമുണ്ടാവണം. ഒന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ, പടച്ചിറപ്പേ, കോരിച്ചൊരിയുന്ന മഴ ന്യൂനമർദ്ദത്തിന്റെ പ്രതിസന്ധിയിലും തുടങ്ങി തീരുന്നവരെ ഇവിടെ മഴ ഉണ്ടാവല്ല. അല്ലാഹു അത് നിറവേറ്റുന്നു. രണ്ടാമത് ഞാൻ ആഗ്രഹിക്കുന്നു, ഈ സദസ്സ് മനോഹരമായ സദസ്സ്. മറ്റൊന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ദിവസവും 100 വട്ടം എന്റെ ഹബീബിന്റെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലുമെന്ന് പറയുന്ന, കയ്യ് പൊക്കാൻ തയ്യാറുള്ള സഹോദര
സഹോദരനെയാ, അങ്ങനെ കയ്യൊക്കുന്ന സഹോദരിയെയാ. ദിവസവും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഈ സദസ്സിന്റെ ലാഭമാ. ഒരു 14 കൊല്ലം മുമ്പ് ഞാൻ ഈ വേദിയിൽ നിന്ന് വഴുതു പറഞ്ഞതാ. ഞാൻ അന്നും ചോദിച്ചതാ ഓർക്ക, അള്ളാന്റെ ഹബീബിന്റെ പേരിൽ 100 സ്വലാത്ത് ഞാൻ ചൊല്ലുമെന്ന് പറയാൻ തയ്യാറുള്ളവരൊന്ന് കയ്യ് പൊക്കുമോ? ആ കയ്യ് പരിശുദ്ധ റൗളയിൽ കാണാനുള്ള കയ്യാ. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. അത് മാത്രം മതി സഹോദരാ. മനസ്സ് നിറഞ്ഞു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചവനെ ഞങ്ങളത് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഉപകാരമുള്ള ഇൽമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഖൽബിന്റെ കറ കഴുകിക്കളയണേ അല്ലാ. പടച്ചോനെ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കണേ അല്ലാ. വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് മരുമകൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഒരു സഹോദരി ദുആരക്കാൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ തസ്തികയിലേക്ക് കൃത്യമായ അവസരം ഉണ്ടായിട്ട് നിഷേധിക്കപ്പെട്ടത് അനുഗ്രഹീതമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അതുപോലെ തടസ്സം നേരിടുന്ന ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങളുടെ വരുമാനത്തിൽ, ശമ്പളത്തിൽ നീ ഇടപെടണേ അല്ലാ. കച്ചവടത്തിലും ബിസിനസ്സിലും ബറക്കത്ത് തരണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, സദസ്സിൽ കൂടിയ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആഫിയത്ത് നൽകണേ അല്ലാ. അനുഗ്രഹീതമായ സദസ്സിൽ പന്തലിട്ടത്, വെളിച്ചം തന്നവർ, ശബ്ദം തന്നവർ, അവരുടെ പ്രസ്ഥാനങ്ങളിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ. അഭിമന്യനായ സുഹൃത്ത് ബഹുമാനായ ദാരിമി ഉസ്താദ് അടക്കമുള്ള മറ്റു ഉസ്താദുമാർ പങ്കെടുത്ത ഈ അനുഗ്രഹീത സദസ്സിൽ റബ്ബേ നീ എല്ലാ നിലക്കുമുള്ള കബൂലിയത്ത് നൽകണേ അല്ലാ. അഭിമന്യരായ പണ്ഡിതന്മാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ ഉള്ളവന്റെ മുന്നിലിരുന്ന് സഹകരിച്ച സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൽ ആമീൻ പറയുന്നവരുടെ എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. വിവാഹ പ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. ഞങ്ങളുടെ കടങ്ങൾ നീ തന്നതാ അല്ലാ, നീ വീട്ടിത്തരണേ അല്ലാ. പഠിച്ചവനെ ലോണിൽ കുടുങ്ങിയവരെ കരകയറ്റണേ അല്ലാ. വിദേശത്ത് പഠിക്കുന്ന, ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മക്കളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. മരുന്ന് ഫലിക്കാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അവസാനം നന്നായി മരിക്കാൻ അല്ലാഹുവേ ഞങ്ങളുടെ നാവിന്റെ തുമ്പിലേക്ക് കലിമ വരാൻ നീ തൗഫീഖ് നൽകുക അല്ലാ. അവസാനം ഞങ്ങളുടെ കാതുകൊണ്ട് കേൾക്കേണ്ടത് നിന്റെ ഖുർആനാവട്ടെ അല്ലാ. റബ്ബേ, അവസാനം ഞങ്ങൾ കാണേണ്ടത് നിന്റെ ഹബീബിന്റെ പൂവദനമാവട്ടെ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഈ ഉള്ളവൻ ഇന്ന് ഭക്ഷണം എവിടെയോ ആ വീട്ടിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ഇന്ന് മരിച്ചവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അനുഗ്രഹീതമായ സദസ്സിന് വേണ്ടിയിട്ട് പണം ചെലവാക്കിയവർ, സമയം ചെലവാക്കിയവർ എല്ലാവർക്കും അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നീ ഉന്നതിയിലെത്തിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ എപ്പോഴും എല്ലാ നിലക്കും നീ സഹായിക്കണേ അല്ലാ. നിന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനുള്ള ബോധം തരണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നടക്കുന്ന എല്ലാ പ്രവാചക പ്രകീർത്തന സദസ്സുകൾക്കും നീ കബൂലിയത്ത് നൽകുക അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് നിപ്പയും കൊറോണയും ഒന്നും ഭൂമിയിൽ ആവർത്തിക്കല്ല അല്ലാ. ഡാം ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പകർച്ചവ്യാധികളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കുക അല്ലാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.